നമസ്കാരം. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു അതിഥിയാണ് ഇന്ന് നമുക്ക് ഇവിടെ കേരള സ്പീക്കിൻ്റെ ഡിബേറ്റിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ കാവുകളെപ്പറ്റി പഠിച്ച് PhD നേടി കാവുകളെ സംരക്ഷിക്കണം എന്ന് നമ്മളോടൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്ന DFO ആയി സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച വിദ്യാഭ്യാസ വിചാര കേന്ദ്രത്തിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ഡോക്ടർ NC ഇന്ദുചൂടനാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം സാർ. നമസ്തേ. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് വേഴാമ്പൽ പക്ഷികളുടെ ഒരു കഥയാണ്. വേഴാമ്പൽ വേട്ടക്കാരെ വേഴാമ്പൽ വാച്ചർമാരാക്കി മാറ്റിയ ആ ഒരു പ്രവർത്തനം നടത്തിയ ഒരാൾ പെട്ടെന്ന് നമുക്കത് സ്ട്രൈക്ക് ചെയ്യുന്നൊരു ഒരു വാർത്തയാണ്. അതേപോലെ തന്നെയാണ് താർ എന്ന ആടിനെ അതെ കണ്ടെത്തിയ ചെയ്തത്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വാർത്താ പ്രാധാന്യം വേണ്ടത്ര കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് സംശയങ്ങളാണ്. സാറിൻ്റെ ഒരു അനുഭവം പറയണം. അത് ഇതായിട്ട് ബന്ധപ്പെട്ട ജീവികളുടെ ഭാഗ്യവും നമ്മളുടെ ഭാഗ്യവും ഒക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ആകസ്മികമാണ് ഇത് ആൾക്കാരുടെ ശ്രദ്ധയപ്പെടുക എന്നുള്ളത്. IUCൻ്റെ റെഡ് ഡാറ്റ ലിസ്റ്റിൽപ്പെട്ട ബട്ടർഫ്ലൈ സ്മഗ്ലിങ്ങിൻ്റെ ആദ്യത്തെ കേസ് ബുക്ക് ചെയ്ത് ഞാനാണ്. അപ്പോൾ ഒന്ന് ആന്ധ്ര ഗവൺമെൻറ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് എന്നെ ആദരിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ ധാരാളം കോൺട്രിബ്യൂഷൻ. പിന്നെ ഞാൻ നിലമ്പൂർ DFO ആയിരിക്കുന്ന സമയത്ത് ഒരു തരി പോലും തീയില്ലാതെ, ഒരു സെൻറ്റ് പോലും തീയില്ലാതെ 2 കൊല്ലം കാത്തിരക്ഷിക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഒഫൻസ് ഫ്രീ ഡിവിഷൻ, കുറ്റകൃത്യങ്ങൾ നടക്കാത്ത ഡിവിഷനായിട്ട് 2 വർഷം മാനേജ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ചില കാര്യങ്ങൾ. പിന്നെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി കഞ്ചാവില്ലാന്ന് ഉറപ്പുവരുത്തി മാങ്കുളം DFO ആയിട്ടിരിക്കുമ്പോൾ പൊതുജനങ്ങളടക്കം നാട്ടുകാരടക്കം ആദിവാസികളടക്കം എല്ലാവരും കൂടി ചേർന്നിട്ട് കമ്പൈൻഡ് പെട്രോളിംഗ് നടത്തിയിട്ട് ഒരു സെൻറ്റ് സ്ഥലത്ത് പോലും കഞ്ചാവില്ല. അങ്ങനെ പല പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് ഇക്കോളജിയാണ്, പരിസ്ഥിതി ശാസ്ത്രമാണ്. അപ്പോൾ കേരളത്തിലെ കാവുകളുടെ ഇക്കോളജിയാണ്. കേരളത്തിലെ കാവുകൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്, പരിസ്ഥിതിപരമായിട്ടുള്ള സന്ദേശം. ഇതൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടിട്ടുള്ള, എന്നാൽ കേരളത്തിൻ്റെ നല്ല ലോകത്തിൻ്റെ തന്നെ പിന്നെ ജീവാത്മാവായിട്ടുള്ള ഒരു കേന്ദ്രങ്ങളാണ് കാവുകൾ എന്ന് പറയുന്നത്. ഒരു ദൈവിക പരിവേഷത്തിലപ്പുറം നമ്മളെ പരിസ്ഥിതിക്ക് ഒരുപാട് സംഭാവന ചെയ്യുന്നു. പക്ഷേ ആൾക്കാർക്ക് അറിയാം, എന്നിട്ട് പോലും അത് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല മനസ്സിലാക്കാൻ. കേരളത്തിലെ കാവുകളുടെ പറ്റി സ്റ്റഡിയിൽ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ 1960 70 വരെയൊക്കെ ഇതായിരുന്നു സ്ഥിതി. സോഷ്യലിസ്റ്റിക് കാഴ്ചപ്പാടും അങ്ങനെ ഒരു വെസ്റ്റേൺ മോഡൽ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, അങ്ങനെ ആയിരുന്നു ജനത വർക്ക് ചെയ്തത്. അതിനുശേഷം കാഴ്ചപ്പാട് മാറി, ലോകത്തിൻ്റെ കാഴ്ചപ്പാട് മാറി. 70കൾക്ക് ശേഷം പാശ്ചാത്യ ലോകവും കൺസർവേഷനെ കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. 1992 റിയോ ഡി ജനറയിൽ വെച്ച് ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ് നടന്നു, മാൻ ആൻഡ് ബയോസ്ഫിയർ കോൺഫറൻസ്. അന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാം ഒത്തുചേർന്നിട്ട് പാസ്സാക്കിയ ചില പ്രമേയങ്ങളിൽ ഒരെണ്ണം ഓരോ രാജ്യങ്ങളിലും തനതായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള പ്രകൃതി സംരക്ഷണ മാർഗ്ഗങ്ങൾ അത് പുനരുജ്ജീവിപ്പിക്കണം എന്നായിരുന്നു. കാരണം നമ്മൾ ആധുനിക കാലത്ത് നിയമങ്ങൾ മൂലം ചെയ്യാൻ സാധിക്കുന്നതിൻ്റെക്കാളും 10 മടങ്ങ് ശക്തിയാണ് ഈ പരമ്പരാഗത മാർഗ്ഗങ്ങൾ. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് കാലത്ത് രാജാവിൻ്റെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഗവൺമെൻറ് എടുത്തപ്പോൾ ഗവൺമെൻറ് ഫോറസ്റ്റായി, അത് റിസർവ് ചെയ്തു, റിസർവ് വനങ്ങളായി. അപ്പോൾ റിസർവ് വനങ്ങൾ വേണ്ടത്ര കൺസർവേഷൻ പറ്റണില്ല എന്നറിഞ്ഞപ്പോഴാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ടാക്കി, വന്യമൃഗസങ്കേതങ്ങൾ. വന്യമൃഗസങ്കേതത്തിലെ എൻട്രി തന്നെ പ്രയാസമാണ്. അപ്പോൾ ഇത്തിരി കൂടി നിയമം കട്ടിയാക്കി. പക്ഷേ വന്യമൃഗസങ്കേതത്തിലും ചിലപ്പോൾ നായാട്ട് നടക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി വലിയ നാഷണൽ പാർക്ക് എന്നുള്ളത്, ദേശീയോദ്യാനം. ദേശീയോദ്യാനത്തിൻ്റെ അതിർത്തി തീരുമാനിക്കുന്നത് പാർലമെൻറ്റിൽ നിന്നൊക്കെ അംഗീകാരം വേണം. പക്ഷേ അവിടെ കൊണ്ടും കൺസർവേഷൻ ഫലപ്രദമാകുന്നില്ല എന്നറിഞ്ഞപ്പോഴാണ് അന്താരാഷ്ട്ര തലത്തിൽ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആലോചിച്ച് എങ്ങനെ ചെയ്യും. ധാരാളം നാഷണൽ പാർക്ക് നമ്മൾ പ്രഖ്യാപിച്ചു, അതൊന്നും വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഒരുമിച്ചിടപെട്ട് അവരുടെ കോൺട്രിബ്യൂഷനോടുകൂടി ബയോസ്ഫിയർ റിസർവ് എന്ന സാധനം ഉണ്ടാക്കി. ജൈവ വൈവിധ്യ മേഖലകൾ. ബയോസ്ഫിയർ റിസർവിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ഈ ബയോസ്ഫിയർ കമ്മിറ്റിയുടെ അനുവാദം വേണം. അപ്പോൾ ഒത്തിരി ഉയർന്ന തലത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിരീക്ഷണവും ഉപദേശമൊക്കെ നമുക്കുണ്ടായിരിക്കും. പക്ഷേ കുറച്ച് കാണുമ്പോൾ ചില ബയോസ്ഫിയർ റിസർവൊക്കെ കള്ളന്മാരുടെ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ പല രാജ്യത്തും. ആൾക്കാർക്ക് പ്രവേശനം തീരെയില്ലാതെ കൂടുതൽ സൗകര്യമായി ഇത്തരത്തിലുള്ള അധോലോകം ആൾക്കാർക്കെല്ലാം. അപ്പോൾ കുറച്ചും കൂടി ഹെറിറ്റേജ് സൈറ്റ് എന്നുള്ള സാധനം. അങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആധുനിക സമൂഹം പരിസ്ഥിതിയെക്കുറിച്ച് ബോധവാന്മാരായതോടുകൂടി കൺസർവേഷൻ ഫലപ്രദമാക്കാൻ ഇത്തിരി കൂടി സ്ട്രിക്റ്റ് ആക്കുന്നതിന് വേണ്ടി, പരിസ്ഥിതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി, വായുവും വെള്ളവും മണ്ണും രക്ഷിക്കുന്നതിന് വേണ്ടി ധാരാളം നിയമനിർമ്മാണം നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തുന്നതോടുകൂടി ഈ കൺസർവേഷൻ എന്നുള്ള ഒരു ചിലവേറിയ സാമ്പത്തിക ബാധ്യത കൂടി വരുന്ന സാധനമായിട്ട് മാറി. ചിലവ് കയറുന്നത് മാത്രമല്ല, ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് നിയമങ്ങളാണ്.
അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ആക്ട് സാധാരണക്കാരോട് ചോദിച്ചാൽ ഒന്നും ആക്കില്ല, നമ്മളറിയാണ്ട് തന്നെ കുറ്റം ചെയ്യേണ്ടായിരിക്കും. അപ്പോൾ ഹൈലി കോംപ്ലിക്കേറ്റഡ്, സാധാരണക്കാരുടെ നിത്യജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ട എന്തോ ഒരു സാധനം, ഇവന് യാതൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ല. അപ്പുറത്തൊരു ബയോസ്ഫിയർ റിസർവ് കത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് കത്തുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് പാൽപ്പായസം കുടിക്കായിരിക്കും. ഹീസ് ലീസ്റ്റ് ബോധേഡ്, പേപ്പറൊക്കെ കണ്ട് അത് ടി വിയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് പരമ്പരാഗത മാർഗ്ഗങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ എടുക്കുകയാണെങ്കിൽ പരമ്പരാഗതമായിട്ട് പുണ്യം, സീക്രട്ട് ആയിട്ടുള്ള വൃക്ഷങ്ങളുണ്ട്, സീക്രട്ടായിട്ടുള്ള പക്ഷികളുണ്ട്, സീക്രട്ടായിട്ടുള്ള നദികളുണ്ട്, പരിപാവനമായിട്ടുള്ള മലമ്പ്രദേശങ്ങളുണ്ട്, കുന്നുകളുണ്ട്. ഇതെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പ്രിയപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിനെ കൺസർവ് ചെയ്യുന്നാൽ ഈശ്വര സേവയായിട്ടാണ് നമ്മൾ. മാനവസേവ മാധവ സേവ എന്ന് പറയുന്ന പോലെ തന്നെ പരിസ്ഥിതിയെ രക്ഷിക്കുന്നതും വലിയ ഈശ്വര്യമായിട്ടുള്ള കർമ്മം, അത് നമുക്ക് പുണ്യം തരുന്ന കർമ്മമായിട്ടാണ്. പക്ഷേ വാസ്തവത്തിൽ നോക്കുകയാണെങ്കിൽ പുണ്യം തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. കാരണം വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി അവകാശപ്പെട്ട സാധനം മലിനമാക്കാതെ രക്ഷിക്കുക എന്നുള്ള നിലയ്ക്ക് വലിയൊരു സേവനമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വേദങ്ങൾ, യജുർവേദത്തിലൊക്കെ പറയണം, വായുവിനെയും മലയും വെള്ളത്തെയും ഭൂമിയും സൂര്യനെയും ചന്ദ്രനെയൊക്കെ നമസ്കരിച്ച ശേഷം അവർ പറയും പ്രത്യക്ഷം ബ്രഹ്മാസി, ബ്രഹ്മ വദിഷ്യാമി, സത്യം വദിഷ്യാമി, ഋതം വദിഷ്യാമി. ഈ പ്രത്യക്ഷമായിട്ടുള്ള ബ്രഹ്മമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം, ഈ മലകളും പുഴകളും എല്ലാം ബ്രഹ്മത്തിൻ്റെ, ഈശ്വരൻ്റെ പ്രത്യക്ഷഭാവമാണ്. ആ പ്രത്യക്ഷഭാവത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. ഋതം വദിഷ്യാമി, അത് ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്, സത്യം അനുസരിച്ച് ജീവിക്കും. ഋതം വദിഷ്യാമി, അതായത് ഇതിൻ്റെ ഒരു താളമുണ്ട് പ്രകൃതിയുടെ, ആ താളത്തിനനുസരിച്ച് ജീവിക്കും. അങ്ങനെ പറഞ്ഞിട്ട് നമസ്കരിക്കും. അങ്ങനെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ വേദകാലത്ത് നമ്മുടെ കുട്ടികൾ പഠിച്ചിരുന്ന അങ്ങനെയാണ്, ഈ പ്രകൃതിയുടെ താളത്തിനൊത്ത് ഇത് ഈശ്വരനായിട്ട് കണക്കാക്കിക്കൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാം. അങ്ങനെ ഒരു ജനതയാണ്. ഇതിന് മുഴുവനും ഈശ്വരൻ്റെ, നമ്മൾ കാണാൻ പറ്റാത്ത ഈശ്വരന്, അദൃശ്യനായിട്ടുള്ള ഈശ്വരൻ്റെ പ്രത്യക്ഷ ഭാവമായിട്ട് പ്രകൃതിയെ കണ്ടു അതിനെ ആരാധിക്കുകയാണ് നമുക്ക്. ചില പക്ഷികൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്, ചില കുന്നിൻ പ്രദേശങ്ങൾ, പുഴകൾ, അതെല്ലാം പ്രധാനപ്പെട്ടാണ്. ജീവിത രീതി അങ്ങനെയാണ്. നമ്മൾ പുഴ മലിനാക്കില്ല. ഇപ്പോൾ കടലിൽ മാലിന്യങ്ങൾ കൂടുതലുണ്ട്. എന്താണ്, ആ പ്രദേശത്ത് താമസിച്ചിരുന്ന മുക്കുവരുടെ, കടലിൽ ഉപജീവനം നടത്തിയിരുന്ന ആൾക്കാരുടെ സംസ്കാരം കുറച്ച് മാറി. അത്തരത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന, കടലമ്മയെ പവിത്രമായിട്ട് സ്നേഹിക്കുകയും അമ്മയെ പൂജിക്കുകയും ചെയ്യുന്ന, കടലമ്മയെ അമ്മയെന്ന് വിളിക്കുന്ന ആളുകളുള്ള സ്ഥലത്ത് കടലും മലിനാക്കില്ല. ഈ കാവുകളുടെ ഒരു കണക്കെടുത്താൽ നമ്മൾ കഴിഞ്ഞൊരു 30 കേരളത്തിൽ ഏതാണ്ട് 1500-ലധികം കാവുകളുണ്ട്. അപ്പോൾ ബോർഡിലുണ്ട്, അല്ലെങ്കിൽ മലബാർ മാനുവലൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ട്രാവൻകൂർ ഭാഗത്ത് 10,000-ലധികം ഉണ്ടായിരുന്നു, അതുപോലെ മലബാർ ഭാഗത്തും ഉണ്ടായിരുന്നു. ഇതൊക്കെ പഴയ ഗ്രന്ഥങ്ങളിലുണ്ട്. പക്ഷേ പിന്നീട് പതുക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൗതികവാദത്തിൻ്റെ അതിപ്രസരം കൊണ്ടും ഭൂമിയുടെ വില കയറി വരുന്നു, ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഏതാണ്ട് 1% ഏരിയയിൽ നമ്മൾ താങ്ങുന്നത് 4%-ലേക്കും ജനങ്ങളെയാണ്. അപ്പോൾ നാഷണൽ ആവറേജിനേക്കാൾ 4 ഇരട്ടി പ്രഷറാണ് ഇവിടെ. അതുകൂടാതെയാണ് ഈ അതിഥി തൊഴിലാളികൾ ഇഷ്ടം പോലെ, ഇപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ ടൗണിൽ ആൾക്കാർ വരുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നോക്കണം. അങ്ങനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ പവിത്രമായിട്ടുള്ള സങ്കല്പം, ഞാൻ പല കാവുകളിൽ പോയിട്ടുണ്ട്. കാവിൽ പോയിട്ടുണ്ടെങ്കിൽ, കാവിൽ ഞാൻ ഇപ്പോൾ പയ്യന്നൂരിനടുത്തൊരു തവിശ്ശേരിക്കായി പോയി. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു, സാർ ഒരു കാര്യം, ഞാൻ നാളെ രാവിലെ വരും, കുളിച്ചിട്ടൊക്കെ വന്നോളൂ. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നാൽ, സാർ അവിടെ ഇവിടെയൊക്കെ പോയതല്ലേ, കുളിച്ചിട്ട് വന്നോളാം പറഞ്ഞു. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ചെന്നപ്പോൾ മാനേജർ ഉടനെ മണി അടിച്ചു, ഒരു വാച്ചറെ വിളിച്ചു, സാറിനൊന്നുകൊണ്ട് കുളം കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ കുളിച്ചിട്ട്, അല്ല കുളിച്ചോളൂ. അതിൻ്റെ അർത്ഥം അവർക്ക് ദേവട്ട് കൺഫേം, പരിശുദ്ധിയുടെ ഒരു ഇതാണ്, അവരുടെ ഇതാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ വെളിച്ചപ്പാട് തുള്ളി വരുമ്പോൾ ആ തെയ്യം, വടക്കേ കേരളത്തിൽ തെയ്യമുള്ള ആ തെയ്യത്തിൻ്റെ ചെലങ്കയും അരക്കിങ്ങിണിയൊക്കെ മാറ്റി വെച്ചാണ് പോണത്. അതായത് സ്വന്തം ചിലമ്പൊലിയുടെ മണിയൊച്ച കൊണ്ട് പോലും കാവിൻ്റെ നിശബ്ദതയ്ക്ക് ഭംഗം വരരുതെന്നുള്ള അത്ര പവിത്രമാണ്. അതായത് നമ്മളിപ്പോൾ പറയില്ല കയറാൻ പാടില്ല എന്ന് പറയില്ലേ, പഴയ ആൾക്കാർ കൈ ചൂണ്ടാൻ പാടില്ല. ഇപ്പം എൻ്റെ ചെറുപ്പത്തിലെ കാവ് എന്ന് പറയുന്ന ഒരു ഓർമ്മ, കൈ ചൂണ്ടിപ്പോൾ എൻ്റെ അമ്മൂമ്മ ഒന്നൊരു തട്ട് കെട്ടി, എന്താ 10 പേരെല്ലാം കടിക്കണമെന്ന്. കാവിന് നേരെ കൈ ചൂണ്ടാൻ പാടില്ല. കാവ് തീണ്ടിയാൽ കുളം പറ്റും. പക്ഷേ ഇത് ശാസ്ത്രീയമാണ്. ഇപ്പോൾ അമ്മമ്മ പറഞ്ഞാൽ കാവിൽ പോയിട്ട്, ഞാൻ ചെറിയ കുട്ടി, നമുക്ക് അത്ര ബോധമില്ല, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തവളെ കല്ലരുത്, എന്താ ചോദിച്ചു, അമ്മയ്ക്ക് പനി വരും. സംഗതി ശരിയാണ്. അപ്പോൾ തവള മരിച്ചു കഴിഞ്ഞാൽ കൊതുക് പെറ്റി വരിക. ഇപ്പോൾ കൊച്ചിയിലൊക്കെ അങ്ങനെയായി. പണ്ട് നമ്മൾ വിചാരിക്കും ഇത് അന്ധവിശ്വാസമല്ല. കൊച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പറയാം, സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ വായിക്കുകയുണ്ടായി, വിയറ്റ്നാമിൽ ഉപയോഗിച്ച അതേ വിഷവാതകത്തിന് തുല്യമാണ് പലപ്പോഴും കൊച്ചിയിലെ ഒരു എയർ പൊല്യൂഷൻ, എയറിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അത്രയ്ക്കും സീരിയസ് തന്നെയാണ്. ബ്രഹ്മപുരത്തൊക്കെ കത്തിച്ചു വിടുന്ന സാധനങ്ങൾ, ഈ പ്ലാസ്റ്റിക്കിൽ നിന്നുണ്ടാകുന്ന അനേകം
വിഷവാതകങ്ങളുണ്ട്. ഗ്യാസ് ചേമ്പറിലൊക്കെ ഉപയോഗിച്ച് പല വാതകങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ടാവുകയാണ്. നമ്മുടെ അശ്രദ്ധ മൂലം ഇപ്പോൾ ടൗണിൽ ടെമ്പറേച്ചർ കൂടുന്നത് എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാണ്. അപ്പോൾ മനുഷ്യൻ നമ്മൾ ഇതിൽ പവിത്രമായിട്ട് സംരക്ഷിക്കേണ്ട സാധനത്തെ നിയമനിർമ്മാണം വഴി സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള ആധുനിക സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ലോകത്തിലെ എല്ലാ സ്ഥലത്തും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ കുംഭമേള ഇവിടെ നടന്നു, നമ്മുടെ വാരണാസിയിലെ കുംഭമേള നടന്നുമ്പോൾ 60 കോടിയിലധികം ആൾക്കാർ വന്നു. അവിടുത്തെ ഒരു പരിസ്ഥിതി, ആ ഒരു പ്രത്യേകത, അവിടുത്തെ ഒരു പരിസ്ഥിതി എല്ലാവരും പറഞ്ഞൊരു പരിസ്ഥിതി ആഘാതം ഉണ്ടാവും. ലോകത്തു നിന്നും 4 സൈഡിൽ നിന്നും ആൾക്കാർ വരുന്നു, പലതരത്തിലുള്ള ആൾക്കാർ വരുന്നു, സ്നാനം ചെയ്യുന്നു, എന്നിട്ട് അവിടെ മലിനമായി. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ വെല്ലുവിളികളെ അവസരമായിട്ട് കാണണം. ഏതൊരു വിജയികളുടെയും അടിസ്ഥാനമായിട്ടുള്ള സമീപനം എന്ന് വെച്ചാൽ ഏത് വെല്ലുവിളി ഉണ്ടായാലും അതിൻ്റെ അവസരമായിട്ട് മനസ്സിലാക്കി ഇതെങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ യു പിയിൽ സർക്കാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ആൾക്കാരെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി. ഇത്ര ആൾക്കാർ വരുന്നു, ടോയ്ലറ്റുകളൊക്കെ ഗവൺമെൻറ് തന്നെ വെച്ചു കൊടുത്തു, നല്ല ടോയ്ലറ്റ്. പിന്നെ NGOs ടോയ്ലറ്റൊക്കെ വെച്ചിട്ട് ടോയ്ലറ്റിൽ നിത്യേന പോകുന്ന മലം എടുത്തിട്ട് ഉള്ളിത്തോട്ടങ്ങളിലൊക്കെ ഇടുകയാണെന്ന് തന്നെ, അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പറിലേക്ക്. ഒരു 12 മണിക്കൂർ കൂടുതൽ ഒരു മല അവിടെ കെട്ടിക്കിടക്കുന്നില്ല. അത്രയുണ്ട്, അപ്പോൾ തന്നെ പമ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. കുളിക്കാനായിട്ട് സ്നാനഘട്ടങ്ങളുണ്ടാക്കി, തിരക്കില്ലാണ്ട് കുളിക്കാൻ സൗകര്യമുള്ള സ്ഥലം. ഇപ്പോൾ 1 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 10 കിലോമീറ്റർ കുളിക്കാൻ പാകത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി. പിന്നെ പുഴയിൽ ആൾക്കാർ മുങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി അപ്പുറത്ത് ചരട് കെട്ടിയിട്ട് ലൈഫ് ബോട്ടായിട്ട് ആൾക്കാർ കാത്തുക്കുന്നത്, ബോട്ടിലെ ആൾക്കാർ. അപ്പോൾ ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പട്ടണിപ്പാവങ്ങൾക്ക് അത്തരം തൊഴിലാണ് ക്ലീനിങ്. അങ്ങനെ ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് ചെയ്തു. റോഡുണ്ടാക്കി. പിന്നെ ഒരു പ്ലാസ്റ്റിക് കംപ്ലീറ്റ് നിരോധിച്ചാൽ ഇത് പവിത്രമായിട്ട് മലിനമാക്കരുത്, പ്രത്യേക ആക്റ്റൊന്നും പാസ്സാക്കിയില്ല. ഇത് കുംഭമേള നടക്കുന്ന ഈശ്വരീയമായിട്ടുള്ള മണ്ണാണ്, ഇവിടെ പവിത്രമാകണം എന്നുള്ള നിലയ്ക്ക് സംസാരിച്ചു. പിന്നെ പരിസ്ഥിതി പ്രവർത്തകർ ചെയ്ത്, ഇപ്പോൾ ഞങ്ങളുടെ വിദ്യാഭ്യാസ വികാസ കേന്ദ്രം അത് ചെയ്തത് ഭാരതത്തിൽ മുഴുവനും പല ആൾക്കാരെ കൊണ്ട് സ്പോൺസർ ചെയ്ത് 15 ലക്ഷം പ്ലേറ്റും ഗ്ലാസും ആൾക്കാർ കൊടുത്തു. അപ്പോൾ അത് പല അഖാടകളായിരുന്നല്ലോ ആശ്രമങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഭക്ഷണം ചെയ്യാനായിട്ട് ഇത് അങ്ങനെ കൊടുത്തു. 15 ലക്ഷം പ്ലേറ്റ് വിതരണം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് ആശ്രമത്തിൽ കൊണ്ടുപോകാം, ഏതെങ്കിലും അമ്പലങ്ങളിലൊക്കെ ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ചിലവില്ല, സർക്കാരിനൊരു ചിലവില്ല. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളെ ഒരു കാറ്റലിസ്റ്റ് പോലെ നിന്നിട്ട് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് നോക്കണം. അപ്പോൾ നദി പവിത്രമായിട്ട് സങ്കല്പിക്കുന്ന പുണ്യവാഹിനിയാണ് ഗംഗാ നദി എന്നുള്ള വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർ വന്നിട്ട് എൻ്റെ നാട്ടിലൊഴുകുന്നതും ഗംഗയാണ്. നമ്മൾ എന്തെങ്കിലും പൂജയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മന്ത്രം ചെല്ലുമല്ലോ, ഗംഗ ജയ യമുന ജൈവ ഗോദാവരി സരസ്വതി. നമ്മൾ കുളിക്കുമ്പോൾ അതാ ചെയ്യണത്. ഈശ്വരൻ്റെ നന്ദി പറഞ്ഞാൽ പുണ്യ തീർത്ഥത്തിൽ കുളിക്കാനുള്ളത് നമ്മുടെ സങ്കല്പമാണ്. യദ്ഭാവ തദ്ഭവതി എന്ന് പറയും. അതെ, നമ്മൾ നമാമി ഗംഗ പ്രൊജക്റ്റ് വന്നതിന് ശേഷം ഭയങ്കര വിപ്ലവകരമായ മാറ്റമാണ് ഈ ഗംഗാതടങ്ങളിൽ സംഭവിച്ചത്. നമ്മൾ കണ്ടു, MP-മാർ വരെ വെള്ളം കോരി കുടിക്കുന്നത് നമ്മൾ കണ്ടു. അതുവരെ മലിനമായിരുന്നു. മൂക്കുപത്തിയിരുന്ന സ്ഥലത്ത് സുന്ദരമായിട്ട് പോയിട്ട് ആൾക്കാർ കാണാൻ കൊതിക്കുന്ന, കാശിയിലും വാരണാസിയിലും എല്ലാ സ്ഥലത്തും, ഇപ്പോൾ ഉജ്ജയിനി, എല്ലാ സ്ഥലത്തും തീർത്ഥാടനം ഒരു പ്രോബ്ലമായിട്ട് കാണുന്നതിന് പകരം തീർത്ഥാടനം അവസരമാക്കി നമുക്കിവിടെ അത് ചെയ്യാം. എങ്ങനെ ഭാരതപ്പുഴയോട് എങ്ങനെ ഈ സമീപനം, ഭാരതപ്പുഴയിൽ നടക്കുന്ന പ്രശ്നം എന്താണ്? ഭാരതപ്പുഴയിൽ മാലിന്യങ്ങൾ കൂടി, ഭാരതപ്പുഴ എന്നല്ല കേരളത്തിലെ എല്ലാ പുഴകളും മാലിന്യം കൂടി, എല്ലാ പുഴയും വറ്റിക്കൊണ്ടിരിക്കുകയാണ്. വറ്റാത്ത പുഴ വളരെ കുറവാണ്. പുഴ എന്ന് വിളിക്കാനുള്ള അർഹതയില്ലാത്ത ജലവാഹിനികളാണ്. കാരണം പുഴ നിന്ന് പോയാൽ പിന്നെ പുഴയല്ല അത്, പല പുഴകളും വറ്റി വരലാണ്. ഒരു സമയത്ത് ഭാരതപ്പുഴയിലെ മണൽവാരലായിരുന്നു പ്രശ്നം. നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യകാരന്മാരെ, പ്രത്യേകിച്ച് MT പോലുള്ള സാഹിത്യകാരന്മാർ പ്രിയപ്പെട്ട ഇടമായിരുന്നു, അല്ലെങ്കിൽ എഴുത്തിടമായിരുന്നു, അല്ല വേറെ ചിന്തകളായിരുന്നു നിള എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയായിട്ട് ബന്ധപ്പെട്ടൊക്കെ സാർ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിനൊരു പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ ചോദിക്കുകയാണ്, നമ്മളുടെ മാമാങ്കം എന്ന് പറയുന്ന വലിയൊരു മാസോത്സവം നിള നദീ തീരത്ത് നടക്കുന്നു. നാവാമുകുന്ദൻ്റെ തിരുനടയിലാണ് അത് നടക്കുന്നത്. ഈ ഒരു പ്രദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ആ പ്രദേശത്തു നിന്നുള്ള ഒരാളാണ്. ആ ഒരു വളരെ ചെറിയൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ആൾക്കാരുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ, ഭാരതത്തിൽ നിന്നും നാനാദിക്കിൽ നിന്നും ലോകത്തു നിന്നും അവിടെ ആൾക്കാർ വന്നെത്തിയാൽ അവിടുത്തെ ഒരു പരിസ്ഥിതി, അവിടുത്തെ പുഴയിൽ പാലം നിർമ്മിക്കുന്നു, തടയണ നിർമ്മിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പുറത്തുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പരിസ്ഥിതി ഈ ഇത്രയും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു പിന്നണി പ്രവർത്തനം എന്ന നിലയിൽ അതിനൊന്ന് വിലയിരുത്താമോ? ഞാൻ നിരീക്ഷിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ആലുവ മണപ്പുറത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്, മരാമൺ കൺവെൻഷന് വരുന്നുണ്ട്, ശബരിമലയിലെ പമ്പാ തീരത്തിന് വരുന്നുണ്ട്. ഇതൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല മര്യാദയ്ക്ക് നോക്കുകയാണെങ്കിൽ. ശബരിമല ഗവൺമെൻറ് ഇത്രയും കൂടി മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ മാലിന്യ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 10-30 കോടി ചിലവാക്കിയിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ശുഷ്കാന്തിയോട് ചെയ്യണം. വർക്കുകൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട്
വരുന്ന തീർത്ഥാടകർക്ക് ഈ പ്രകൃതിയോട് പവിത്രമായിട്ടുള്ള സങ്കല്പമുണ്ട്. ആ സങ്കല്പം ഉണർത്താൻ ശ്രമിക്കണം. ഇപ്പോൾ മാമങ്കത്തിന് വരുന്ന ആൾക്കാർ കേരള കുംഭമേള എന്നുള്ളതിലേക്ക് മാഘമാസ സമ്മേളനത്തിന് വരുന്ന ആൾക്കാരുടെ സമീപനം ഈ മണപ്പുറത്ത് ഓരോ തരി മണ്ണും പവിത്രമാണെന്നുള്ളത്. ത്രിമൂർത്തികളുടെ സംഗമസ്ഥാനമാണ്. അവിടെ കാലെടുത്ത് വയ്ക്കുന്നത് തന്നെ ആ പവിത്രമായിട്ട് സങ്കല്പത്തിലാണ്. നമ്മൾ ആ ക്ഷേത്രത്തിൽ കയറുമ്പോഴുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിനേക്കാളും പവിത്രമാണ്. ഇവിടെ ഓരോ തരി മണ്ണും പവിത്രം. ഇതോടുകൂടി എൻ്റെ മനസ്സിലും ആ വ്യത്യാസം വരും, എൻ്റെ ശരീരത്തിൽ വ്യത്യാസം വരും, ആത്മാവിന് വ്യത്യാസം വരും. ചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണെന്ന് വിചാരിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാൽ ഓട്ടോമാറ്റിക് ചൈതന്യം വരും. ഞാൻ നേരത്തെ പറഞ്ഞ യദ്ഭാവ തദ്ഭവതി, എങ്ങനെ ഭാവിക്കുന്നു അതേപോലെ തന്നെ ഈശ്വരമായിട്ടുള്ള എല്ലാ കാര്യവും ഇതാണ്. ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ എൻ്റെ കാര്യം പോക്കാണെന്ന് വെച്ചാൽ പരീക്ഷ ചെയ്താൽ പോക്ക് തന്നെയായിരിക്കും. ഇതെല്ലാം ഞാൻ ശരിയാവും പഠിക്കുമ്പോൾ ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഒരു മരുന്ന് കഴിക്കുമ്പോൾ അതാണ് പണ്ട് കാലത്ത് മരുന്നും മന്ത്രമുണ്ട്. മാനിഫെസ്റ്റേഷൻ പിന്നെ സൈക്കോളജിക്കൽ ഇതാണ്. അപ്പോൾ മനസ്സ് പോസിറ്റീവായിട്ട് പെട്ടെന്ന് അസുഖം മാറുമെന്ന് അറിയില്ലേ. അതിന് പഴയ ആൾക്കാരെല്ലാം മരുന്നും ഒരു മന്ത്രം കൂടി കൊടുക്കും, അപ്പോൾ ശരിക്കും മാറും. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ മലിനമാക്കാൻ എത്തുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ സങ്കല്പത്തെ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുക. ഇത് വളരെ പവിത്രമാണ്, ഇവിടെ നിങ്ങൾ മാലിന്യങ്ങൾ എടുക്കരുത്. ഇതുപോലെ പ്ലാസ്റ്റിക്കിന് വരും പ്ലേറ്റ് ഗവൺമെൻറ്റിന് തന്നെ ചെയ്യായിരുന്നു, ഏതെങ്കിലും NGOസിനെ കൊണ്ട് ചെയ്യായിരുന്നു. പക്ഷേ അതിൻ്റെ സംഘാടകർക്ക് ആദ്യം ആലോചന ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇടത്ത് തടസ്സം വന്നപ്പോൾ ലീഗൽ കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് അവരുടെ ശ്രദ്ധ ഇതിൽ പോയി. അപ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യുന്നതിന് പകരം ഇതെങ്ങനെ ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനം ചെയ്യേണ്ടത് ഇത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ എങ്ങനെ നടത്തുക എന്നുള്ളതാണ്. ഇതൊരു അവസരമാണ്. കാരണം ഇന്നലെ വരെ കുംഭമേള ഉണ്ടായിരുന്നില്ല, ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നില്ല. പറഞ്ഞല്ലോ 271 കൊല്ലം മുമ്പ് നിരോധിച്ചു. അപ്പോൾ കുംഭമേള ഉണ്ടായത് കൊണ്ടല്ല ഇവിടെ നശിച്ചു പോയത്, ഇവിടെ പുഴ മലിനമായത്, പുഴ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സങ്കല്പം പോയി. ഇതെങ്ങനെ ഊട്ടിയുറപ്പിക്കാം? അപ്പോൾ നിയമനിർമ്മാണത്തിന് പകരം ഇത് പവിത്രമാണ്, ഉത്ഭവിക്കുന്ന ആനമല ഹിൽസിൽ ത്രിമൂർത്തി എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തി സ്ഥലത്തുനിന്ന് ഇവിടം വരെ. അപ്പോൾ അവിടെ ത്രിമൂർത്തി തൊട്ട് ഇവിടെ ത്രിമൂർത്തി വരെ ഇത് വരികയാണ്. ഭാരതപ്പുഴ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം നിളയായിരുന്നു ഒറിജിനൽ പെയിൻ. പിന്നെ ഈ എല്ലാ പുണ്യതീർത്ഥങ്ങളൊന്നും ആളുകൾ കൊണ്ടുവന്നു, വലിയ സമ്മേളനമായിരുന്നു. പിന്നെ വിദ്യുത് സഭ ഉണ്ടായിരുന്നു. വിദ്യുത് സഭയിൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ജേർണലിൽ പബ്ലിഷ് ചെയ്യണം. പണ്ടങ്ങനെയല്ല, മാമാങ്കത്തെ തിരുനാവായ സമ്മേളനത്തിൽ അവതരിപ്പിക്കണം. സംഗമഗ്രാമം തന്നെയും അനേകം കേരളീയ ഗണിതശാസ്ത്രജ്ഞന്മാരുടെയും അവരുടെ ചരിത്രത്തിൽ പറയുന്നു തിരുനാവായ മാമാങ്കത്തിൽ അത് അപ്രൂവ് ചെയ്തു. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള അന്നത്തെ കാലഘട്ടം അനുസരിച്ച് അന്ന് പേപ്പറില്ല, അങ്ങ് അപ്രൂവ് ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ പാരമ്പര്യത്തിൽ അഭിമാനം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് തീർച്ചയായിട്ടും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഉത്കണ്ഠ ഉള്ളത് നല്ലതാണ്, അത് ജാഗ്രതയോടുകൂടി ചെയ്യണമെന്ന് മാത്രമേ എൻ്റെ അഭിപ്രായമുള്ളൂ. അപ്പോൾ ജനങ്ങളെ എന്തൊക്കെ നിയന്ത്രണങ്ങൾ, ചെറിയ നിയന്ത്രണങ്ങളാണ്, സാധാരണ കാട്ടിലെ കള്ളന്മാരെ നിയന്ത്രിക്കുന്ന അത്രയും വളരെ ബുദ്ധിമുട്ടില്ല. ഒരു സന്ദേശം നൽകിയാൽ മതി, ഒരു സ്ട്രെസ് കൊടുക്കുക, ഒരു അടിവരായിട്ട് ഇത് പവിത്രമാണ്, ഇവിടെ മലിനമാക്കരുത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ കുംഭമേളയുടെ കാര്യം ചോദിച്ചല്ലോ, കുംഭമേളയിൽ ഒരു പ്ലാസ്റ്റിക് അവിടെ ഉണ്ടായിരുന്നില്ല. പറഞ്ഞാൽ എല്ലാവരും പ്ലേറ്റ് കൊണ്ടുപോയി. ഹോട്ടൽക്കാരെ കംപ്ലീറ്റ് നിരോധിച്ചു. പൈസയ്ക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാർ വേണ്ട, ഭക്ഷണം പൈസയ്ക്ക് കൊടുക്കുന്ന സിസ്റ്റം നമ്മുടെ നാട്ടിലില്ലായിരുന്നു. ഇപ്പോൾ കാലം മാറി. പക്ഷേ ഇത്തരത്തിലുള്ള പുണ്യ സങ്കേതങ്ങളിലെങ്കിലും പുണ്യതീർത്ഥങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള തീർത്ഥയാത്രയുടെ ഇടയ്ക്കെങ്കിലും പൈസയ്ക്ക് ഭക്ഷണം മേടിക്കുന്ന രീതി മാറിയാൽ ഈ കച്ചവട മനസ്ഥിതിയോട് വരുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അന്നദാനം ആർക്ക് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം. ഇത്തരത്തിലുള്ള ഭക്തന്മാർക്ക് സ്പോൺസർ ചെയ്യാനുള്ള ആൾക്കാരെ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ ഇതൊരു ഈശ്വരനുള്ള വഴിപാടായിട്ടാണ്, സേവയായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കച്ചവട കണ്ണുണ്ടാവില്ല. അപ്പോൾ നല്ല ഭക്ഷണം കൊടുക്കണം എന്നുണ്ടാവും, വരുന്ന ആൾക്കാരുടെ ആരോഗ്യമൊക്കെ നന്നാവും. എത്ര ആൾക്കാരാണ് ഭക്ഷണം കഴിച്ചിട്ട് അസുഖം ഉണ്ടാവുന്നത്, ഫുഡ് പോയ്സൺ. റീല് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോന്ന് അറിയില്ല, മലപ്പുറത്തൊരു മാമാങ്കം നടന്നാൽ മലപ്പുറത്താണെങ്കിൽ നീരാട്ടാർപ്പായ വലിച്ചു കെട്ടി അവിടെ കുലുക്കി സർബത്ത് കച്ചവടം ചെയ്യും എന്ന തരത്തിൽ വളരെ വൈറലായിരുന്നു. പക്ഷേ സാർ ഇപ്പോൾ പറഞ്ഞ കാര്യമായിട്ട് അത് ഒരുപാട് വ്യത്യാസം തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഹോട്ടലുകളൊന്നും അവിടെ ഇല്ല. അങ്ങനെയാണോ? എൻ്റെ ആഗ്രഹമാണ്. ഇപ്പോൾ ഇത്തവണ എങ്ങനെ ചെയ്തു എന്നറിയില്ല. ഹോട്ടലുകൾ വാസ്തവത്തിൽ പൈസയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം നിരോധിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മുടെ സംസ്കാരം, ഇത് സാംസ്കാരികമായിട്ടുള്ളൊരു കർമ്മമാണത്. പൈസയ്ക്ക് വേണ്ട അന്നദാനത്തിന് ആൾക്കാർ തയ്യാറായിരിക്കും. ഇപ്പോൾ എത്രയോ ക്ഷേത്രങ്ങളിൽ അന്നദാനം നടക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ കുംഭമേളയിൽ 60 കോടിയിലധികം ആൾക്കാർ വന്നിട്ട് ഒരു നായപ്പൈസയുടെ കച്ചവടം നടന്നില്ല. ഞാൻ 10 ദിവസം അവിടെ പോയി താമസിച്ചാണ്. ഒരു നായപ്പൈസ ചിലവായിട്ടില്ല. ചെല്ലുക, കുളിക്കുക, ഏതെങ്കിലും കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കുക, നാമം ജപിക്കുക, കുളിക്കുക, പോരുക. അപ്പോൾ അത്ര പവിത്രമായിട്ട് പൈസ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ആരും നമ്മളോട് ചോദിക്കില്ല. അത്തരത്തിൽ നമുക്ക് ആക്കി മാറ്റാമല്ലോ. അപ്പോൾ സംസ്കാരം കൂടി വരും. ഈ കച്ചവടം, ഫുഡ് പോയ്സണിങ് ഒക്കെ ഉണ്ടാവുന്നതും ഭക്ഷണത്തിൽ മായം ചേരുന്നതും ഇതൊരു ലാഭത്തിനുള്ള ഉപകരണമായിട്ട് ചെയ്യുമ്പോഴാണ്. ഇത്തരത്തിലുള്ള വ്യാപാരം ഭക്ഷണ രംഗത്ത് വന്നപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ വരെ ആ സംസ്കാരം പോയത്. പണ്ട് കാലത്ത് ആര് വന്നാലും പ്ലേറ്റിൽ ഭക്ഷണം കൊടുക്കുമല്ലോ, വീട്ടിലൊരാൾ വന്ന് അതിഥിക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. മലപ്പുറത്തെ സംബന്ധിച്ച് നല്ല അതിഥി സങ്കല്പം ഇപ്പോഴും ഉണ്ട്, അതിഥികൾ സൽക്കരിക്കുന്ന സ്വഭാവമുണ്ട്. ഇത് ഈ തീർത്ഥയാത്ര ചെയ്യുന്ന ഭക്തന്മാർക്ക് കൂടി ചെയ്യുന്ന രീതിയിൽ പതുക്കെ ഓറിയൻറ്റ് ചെയ്യണം. ചിലപ്പോൾ ഇക്കൊല്ലം സാധിക്കില്ല,
ഒറ്റയടിക്കല്ല 2-3 കൊല്ലം കൊണ്ട് അത്തരത്തിലുള്ള സ്പോൺസർഷിപ്പൊക്കെ മേടിച്ച് ധാരാളം ഹിന്ദു സംഘടനകൾ പരിസ്ഥിതി സ്നേഹികൾക്ക് തന്നെ ചെയ്യാം ഭക്ഷണം. അപ്പോൾ അവർക്ക് പ്ലേറ്റ് കൊടുത്ത പ്ലേറ്റ് അവിടെ തന്നെ കഴുകിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചെടികൾ പിന്നെ ഇത്തവണ സംഘാടകർ ചെയ്യുന്നൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. ദീപം ജ്യോതിയായിട്ട് ഓരോ ക്ഷേത്രത്തിൽ നിന്ന് ദീപം വന്നിട്ട് ഇവിടുത്തെ ദീപത്തിൽ കൊളുത്തും. അതിനുശേഷം പോകുമ്പോൾ ഇവിടുത്തെ പ്രസാദമായിട്ട് ഒരു ആൽവൃക്ഷം കൊടുക്കും. ഒരലയാലോ പേരാലോ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ ആലും ആര്യവേപ്പുമാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ള വൃക്ഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ അരയാലൊക്കെ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളുടെ അടുത്തോ ക്ഷേത്രങ്ങളുടെ അടുത്തോ ജനങ്ങൾ കൂടുന്ന ഗ്രൗണ്ടിലോ ഒക്കെ ഇത് വച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ഷോക്കുള്ള ആഘാതം ഇല്ലാണ്ടാവുമെന്ന് മാത്രമല്ല ഓക്സിജൻ പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും. ഇതിലൂടെ ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. പിന്നെ ഇതെല്ലാം മെഡിസിനലാണ്. ധാരാളം ഇപ്പോൾ ഉൽപ്പാദനശേഷി കുറവ്, അതുപോലെ സ്കിൻ ഡിസീസ്, ഇതൊക്കെ ഇപ്പോഴത്തെ കോമൺ ആയിട്ടുള്ള അസുഖങ്ങളാണ്. ഇതിനൊക്കെ ഈ നൽപ്പാമരം അതിനൊക്കെ ഉഗ്രനായിട്ടുള്ള മരുന്നുകളാണ്. നൽപ്പാമരത്തിൽ കഷായമുണ്ട്, എണ്ണയുണ്ട്, പല രീതിയിലുള്ള സാധനങ്ങൾ. നൽപ്പാമരം ഇപ്പോൾ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ മേത്ത് പാടൊക്കെ പോയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പോൾ മനുഷ്യന് വളരെ അത്യാവശ്യമുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഇപ്പോഴത്തെ കാർബൺ സിക്വസ്റ്റേഷൻ്റെ, അതായത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്ന ഇത്തരത്തിലുള്ള വൃക്ഷങ്ങളെ പവിത്രമായിട്ട് ആൾക്കാർ കണക്കാക്കിയത് തന്നെ ഇവൻ്റെ ഈ പറയില്ലേ പരിസ്ഥിതി സങ്കല്പം കൂടുതലുള്ള ഇതിൻ്റെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഇംപ്ലിസിറ്റ് വാല്യൂസ് മനസ്സിലായിട്ടാണ്. ഇതിൽ അന്തർലീനമായി കിടക്കുന്ന ധാരാളം മൂല്യങ്ങളുണ്ട്. ഇപ്പം നീളാതീരത്ത് ഈ ഒരു ഉത്സവം നടക്കുകയാണല്ലോ. ഇപ്പോൾ അവിടെ ചെറിയ തടയണകളൊക്കെ നിർമ്മിക്കുന്നു, സ്നാനത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് തിരിച്ച് അതേപോലെ തന്നെ എങ്ങനെയായിരുന്നോ പൂർവ്വസ്ഥിതിയിലുണ്ടായിരുന്ന ആ സ്ഥിതിയിൽ തന്നെ തിരിച്ചാക്കുമോ, അതോ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പദ്ധതിയെ പോലെ അല്ലെങ്കിൽ ഒരു പ്ലാൻ പോലെ നാളെ അത് അല്ല, പെർമനൻ്റ് ഗഡ് സ്ട്രക്ചർ കെട്ടരുത്. പെർമനൻറ്റ് കെട്ടിക്കഴിഞ്ഞാൽ സിമെൻറ്റ് സ്ട്രക്ചറൊക്കെ വന്നിട്ട് പിന്നെ ആൾക്കാർ പലതൊരു ഉപയോഗം പല സ്ഥലത്തും ഉണ്ടാവും. അതുപോലെ ഒഴുകുന്ന പുഴയുടെ സൈഡിൽ ഇങ്ങനെ പെർമനൻ്റായിട്ട് ഇപ്പോൾ കല്ല് കൊണ്ടുള്ള റിട്ടൈനിങ് വാൾ പോലത്തെ സാധനങ്ങൾ കെട്ടിയാൽ ഇന്നല്ലെങ്കിൽ നാളെ പതുക്കെ തുറന്നു പോകും. പിന്നെ ചില ജീവികൾ ദ്വാരമൊക്കെ ഉണ്ടാക്കിയിട്ട് പതുക്കെ മറിഞ്ഞു പോകും. അഥവാ വല്ല ബണ്ട് കെട്ടുകയാണെങ്കിൽ ചെടികൾ ഉപയോഗിച്ച് കൈത പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ കെട്ടുക. പുല്ല്, രാമച്ചം പോലത്തെ പുല്ല് ധാരാളമായിട്ട് വരും. അങ്ങനെ വച്ച് ബണ്ട് സ്ട്രോങ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്താൽ എല്ലാം താൽക്കാലികമായിട്ട് ചെയ്യാം. അപ്പോൾ ആ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ അത്തരം തൊഴിൽ കിട്ടുമല്ലോ. ഈ തീർത്ഥാടനം തൊഴിൽ കൊടുക്കാനായിട്ട് ഇപ്പോൾ തൊഴിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാണല്ലോ ഗ്രാമീണ യോജന, ഇപ്പോൾ പുതിയ പേരായല്ലോ. അപ്പോൾ ഗ്രാമീണ ജനങ്ങളുടെ ആരോഗ്യം, അവരുടെ സംസ്കാരം, സമ്പത്ത് പ്രോത്സാഹിപ്പിക്കാൻ പാകത്ത് ഇതൊരു അവസരമായിട്ട് ഇത്തവണത്തെ തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ ചെയ്യാം. ഗവൺമെൻറ് പ്ലാൻ ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു ഓറിയൻറ്റേഷൻ നമുക്ക് ആവശ്യമാണ്. എങ്ങനെ ഇവരെ ആരോട്ട് വഴക്കിടാതെ എങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ച് തദ്ദേശീയർക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. ആ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ മാമാങ്കം വരുന്നു, കേരള കുംഭമേള വരുന്നു, സന്തോഷം. കുംഭമേള ഇനിയിപ്പോൾ അവിടുത്തെ ആൾക്കാർ കുംഭമേള കാത്തിരിക്കുകയാണ്, കുംഭമേള വരാൻ കാത്തിരിക്കുകയാണ്. എത്ര ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയത്. ഇപ്പം ഞാൻ ചില ബൈക്കിലൊക്കെ പോയി, ബൈക്കിൽ ഒരു ട്രിപ്പിന് 500 രൂപയൊക്കെ അല്ലെങ്കിൽ 100 രൂപ കൊടുക്കുന്ന ട്രിപ്പിന് 500 രൂപ 600 രൂപയൊക്കെ. കാരണം കംപ്ലീറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് അങ്ങോട്ട് നിരോധിച്ചു. അപ്പോൾ 10 കിലോമീറ്റർ മണപ്പുറം മാത്രമാക്കി. അപ്പോൾ ബൈക്കിലെ ആൾക്കാർക്ക് ആ നാട്ടുകാർക്ക് പാസ് കൊടുക്കും, അവർക്ക് വേണമെങ്കിൽ ആൾക്കാരെ കൊണ്ടുപോകാം. എത്ര രൂപ ആൾക്കാരുണ്ടാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അങ്ങനെ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും, ഗൈഡായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അതിന് ഒരു ഹോസ്റ്റൽ മനസ്ഥിതി, ശത്രുതാ മനസ്ഥിതി ഇല്ലാണ്ട് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ പരിസ്ഥിതി കോട്ടം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന മനസ്സിൽ കൊണ്ടുപോകുന്ന ഭാരതപ്പുഴ പവിത്രമാണ് എന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ നദി മുഴുവനും നമുക്ക് ശരിയാക്കാനായിട്ട് സാധിക്കും. ഈ നദി എൻ്റെ നദിയാണ്. പണ്ട് കാലത്തൊക്കെ പാലക്കാട് നിന്ന് വരെ നാളികേരം അറിയായിരുന്നു, ചമ്രവട്ടത്ത് തേങ്ങ വന്ന് ശിവനുള്ള വഴിപാടാണ്. അങ്ങനെ ചെയ്തിരുന്നു. ഞാൻ 1990-കളിൽ 97-98 എൻ്റെ ഓർമ്മ, അങ്ങനെ പോകുമ്പോൾ നാളികേരം അങ്ങനെ വരികയായിരുന്നു. അത് ടെൻഡർ കൊടുക്കുമായിരുന്നു. ഇത് ശിവനുള്ള ചമ്രവട്ടത്തപ്പനുള്ള വഴിപാടാണ്. ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു. കാരണം ഇത് ശിവന് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ആരും തടയില്ലായിരുന്നു. ഈ പുഴയാണ് അതിൻ്റെ വാഹിനി, ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് ബഹുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ബഹുമാനം ഇവിടെ സംസ്കരിച്ചാൽ തന്നെ പവിത്രമാണ്, മോക്ഷം കിട്ടും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്തിരി കൂടി പ്രോത്സാഹിപ്പിക്കണം. അതേ രീതിയിൽ പിന്നെ വേണമെങ്കിൽ തൈ കൊണ്ടുപോകാം. ഇവിടുന്ന് പ്രസാദം വിട്ട് സർക്കാരിനും പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചന്ദന തൈ കൊടുക്കാം, ആലു കൂടാതെ ചന്ദന തൈ കൊടുക്കാം, അല്ലെങ്കിൽ ആര്യവേപ്പ് കൊടുക്കാം. ഇത്തരത്തിലുള്ള വൃക്ഷങ്ങളും കൊടുക്കുകയാണെങ്കിൽ ഇത് ഉപബോധകമായിട്ട് ജനങ്ങൾ വരുന്നത് നന്നായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത്തരത്തിൽ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. ഇത്തവണ പറ്റിയില്ലെങ്കിൽ അടുത്ത കൊല്ലം ഒന്നും കൂടി സർക്കാരും കൂടി സഹകരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പ്രശ്നമേ ആവില്ല. ആൾക്കാർ ഇതിനുവേണ്ടി കാത്തിരിക്കും.
കാരണം ഈ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ ഈ ഭാരതപ്പുഴയുടെ മുകളിലുള്ള ആൾക്കാർ മുഴുവൻ ഈ പവിത്രമായിട്ടുള്ള ത്രിമൂർത്തി സംഗമത്തിലേക്ക് ഒഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ വിഷം അതിൽ പോകണല്ലോ. ഇപ്പോൾ ആൾക്കാർ കുളിക്കുമ്പോൾ നമുക്ക് ഉത്കണ്ഠ ഉണ്ടായി. ഈ ഭാരതപ്പുഴയിൽ എത്ര ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്, എത്ര വീടുകളുടെ ടോയ്ലറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്, എത്ര ഹോട്ടൽ സമുച്ചയങ്ങളുടെ ടോയ്ലറ്റ് ഫ്ലഷ് ഔട്ട്ലെറ്റ് പോകുന്നുണ്ട്. സോക്ക് പിറ്റിന് പകരം ഇതിലേക്ക് വിടുന്ന സാധനമുണ്ട്. പണ്ട് കാലത്ത് നമുക്കിപ്പോൾ സംസ്കാരം മാറിയത് നമുക്കറിയാം. ഒരു 80കൾക്ക് മുമ്പ് വരെ നമ്മൾ പുഴയുടെ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പുഴയിൽ കൂടെ, ഞാൻ ധാരാളം പുഴകളിൽ കൂടെ യാത്ര ചെയ്തിട്ടുള്ളതാണ്, പുഴയിലേക്കായിരുന്നു മുഖം, പൂമുഖം പുഴയിലേക്കായിരുന്നു. ഹൗസസ് ഫേസിങ് ദ റിവർ, പുഴ കാണുന്നൊരു പുണ്യമായിരുന്നു. നിങ്ങളിപ്പോൾ പോയിക്കോളൂ, 80കൾക്ക് ശേഷം പണിത വീടുകളുടെ ബാക്ക് പൈപ്പാണ് പുറത്തേക്ക്, പുഴയ്ക്ക് ഓപ്പോസിറ്റാണ്, പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ. ഈ നദിയോട്, പ്രകൃതി വിഭവങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു മ്ലേച്ഛമായിട്ടുള്ള സംസ്കാരം എങ്ങനെ കടന്നുകൂടി? അത് നമുക്ക് മാറ്റാം. ഇത് ഈ പുഴ കാണുന്നത് പവിത്രമാണ്, നല്ലതാണ്, ശുഭലക്ഷണമാണ്, നല്ല കണിയാണെന്നുള്ള രീതിയിൽ മാറണം. ആ കാഴ്ചപ്പാട് മാറിയാൽ ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കേരളത്തിന് ഇതിനേക്കാളും നല്ല രീതിയിൽ പരിസ്ഥിതി സംരക്ഷണത്തോടെ നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ട കോൺട്രിബ്യൂഷൻ, മാതൃകകൾ, കേരളത്തിൽ ഇത്ര ആൾക്കാർ സാക്ഷരരാണ്, നല്ല മാതൃക നമുക്ക് കാണിക്കാൻ സാധിക്കണം. ബാക്കിയുള്ള സ്റ്റേറ്റുകാർ ഇത് കണ്ടുപഠിക്കണം. ഇപ്പോൾ UP-കാരൊരെണ്ണം കാണിച്ചു തന്നല്ലോ, അതിൻ്റെ 10-1 പോലും ഇല്ല. അവിടെ കോടികളാണ് വന്ന്, ഇവിടെ പരമാവധി 50,000 ആൾക്കാരെ പ്രതീക്ഷിക്കുന്നത്. 50,000 ആൾക്കാർ വെച്ച് 15 ദിവസം 7.5 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. ഇതൊരവസരമാക്കി കാണിച്ചു കൊടുക്കണം. അങ്ങനെ കേരളത്തിൻ്റെ, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ തനിമയും മഹത്വവും, നമ്മുടെ നോവൽ ഐഡിയാസ് രാജ്യത്തിന് മാത്രമേ ലോകത്തിന് മുഴുവൻ കാണിക്കാനുള്ള അവസരമായിട്ട് ഇത് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇതുമായി കൂട്ടി യോജിപ്പിക്കുകയാണ്. ഈ വേഴാമ്പൽ പക്ഷികളുടെ വേട്ടക്കാരെ അവരുടെ വാച്ചർമാരാക്കി മാറ്റിയ ഒരു ടൂൾ സാറ് അതിനൊരു, അതെ, ഞാൻ പ്രകൃതിയുടെ ആ ഒരു കാഴ്ചപ്പാട് ആദ്യകാലത്തെ ക്ലാസ് എടുക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരായിരുന്നു, കുറച്ച് നായാട്ടുകാരുണ്ട്, 1-2 പേര് രഹസ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല, നല്ല ആത്മാർത്ഥമുള്ളവർ വന്നു, സാറേ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല, സാറേ ഇതൊക്കെ പറയണേ, ഞങ്ങൾക്ക് അരി മേടിക്കാൻ ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങളെ ഗൈഡാക്കാം, ഗൈഡാക്കേണ്ട ആൾക്കാർ, അങ്ങനെ ഗൈഡാക്കിയിട്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചുള്ള ആൾക്കാരുണ്ട്. അതായിരിക്കും നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ട് ബൈജുവിൻ്റെ ഒക്കെ കണ്ടിരുന്നു. ഞാൻ പിന്നീട് ഒരിക്കൽ കാണുന്ന ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് എറണാകുളം ഹൈക്കോടതിയിൽ വേറൊരു കേസ്, ഞാൻ 3-6 വന്നപ്പോൾ പുള്ളി കാർ നിർത്തി ഓടി വന്നു, സാറേ ഇപ്പോൾ ഞാൻ കാറിലേക്കാണ് പോകുന്നത്, സാറ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. പുള്ളി നല്ല എക്സ്പെർട്ട് ഗൈഡായി. കാരണം നായാട്ടുകാർക്ക് അതിൻ്റെ ഓരോ മുക്കും മൂലയും അറിയാം, രാത്രി എങ്ങനെയായിരിക്കും, പകലെങ്ങനെയായിരിക്കും, മൃഗങ്ങളെ എഴുതിക്കൂടെ നന്നായിട്ട് അറിയാം. അപ്പോൾ എക്സ്പെർട്ട് ഗൈഡുകളായിരിക്കും അവർ. തേക്കടിയിലും സർക്കാർ അത്തരത്തിലുള്ളവരും കാണിച്ചു. അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ ആദ്യകാലത്ത് വനസംരക്ഷണ സമിതി ടൂറിസത്തെ നിയന്ത്രിക്കാൻ എൻ്റെ കാലത്താണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വാഴച്ചാൽ. ഇന്ന് അതിരപ്പള്ളിയിൽ 100 കണക്കിന് ആൾക്കാർക്ക് തൊഴിലുണ്ട്, മിനിമം 250 പേർക്ക് ഡെയിലി തൊഴിലിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രൂപ അവർക്ക് വരുമാനമുണ്ട്. ആദ്യകാലത്ത് ഇവരുടെ എന്തോ സ്വാതന്ത്ര്യം കുറയുമെന്ന് വെച്ചാൽ അവർ സമരം ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ വനസംരക്ഷണ സമിതി തുടങ്ങിയാൽ നിങ്ങൾക്കൊരു അടിമ വ്യവഹാരമല്ല, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയല്ല, നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് പുറകോട്ട് പോകാം, ഇപ്പോൾ ഫ്രീ ആയിട്ട് സർക്കാർ ചെയ്തിട്ട് നിങ്ങൾ പരീക്ഷിച്ച് ജോലി കിട്ടി, ഗൈഡായിട്ട് ഇവരെ കാര്യങ്ങൾ പഠിപ്പിച്ചു, ഇവിടുത്തെ ചില വിഭവങ്ങൾ ഉപയോഗിച്ച് മരുന്നുകൾ, എണ്ണ കാച്ചണം, അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ അവർക്കൊരു സന്തോഷമായി. അപ്പോൾ എല്ലാവരിലുള്ള ഒരു നന്മ എങ്ങനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഭരണകർത്താക്കൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം. അതെ അതെ. ഇപ്പോൾ കേരള വനം വകുപ്പിൽ ദീർഘകാലം സേവനം അനുഷ്ഠിച്ച ഒരാളാണ് സാർ. എന്തൊക്കെ മാറ്റങ്ങൾ, എനിക്ക് തോന്നുന്നു വളരെ കാര്യമായ മാറ്റങ്ങളില്ലാത്ത ഒരു വകുപ്പാണ്, വേണ്ട പോലെ മാറ്റങ്ങളില്ല എന്നല്ല, വേണ്ട പോലെ ഇല്ലാത്തൊരു വകുപ്പാണ് വനം വകുപ്പ് എന്നുള്ളത്. അപ്പോൾ സാറിൻ്റെ ഇത്രയും കാലത്തെ സർവീസിൻ്റെ ഇടയിൽ പോസിറ്റീവായി കൊണ്ടുവരാവുന്ന ഒരു 5 കാര്യങ്ങൾ, വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു 5 കാര്യങ്ങളൊന്ന് പറയാം. 5 കാര്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത്, പണ്ട് കാലത്ത് എല്ലാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അവർക്കൊരു പവർ ഉണ്ടായിരുന്നു, അധികാരം ഉണ്ടായിരുന്നു. പണ്ടുകാലത്ത് നമ്മുടെ രാജഭരണം പോലെയാണ്, ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ രാജാവ് പറഞ്ഞ പോലെയാണ്. ഇപ്പോഴും റൂൾ അനുസരിച്ച് ഇപ്പോൾ കളക്ടർ ഇസ് എ ഗവൺമെൻറ് ഓൺ ദ സ്പോട്ട് എന്ന് പറയുന്നത്, അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ പറഞ്ഞ സർക്കാർ വരുന്നതിന് തുല്യമാണ്, സർക്കാർ പറയുന്ന തുല്യമാണ്. പക്ഷേ പിന്നീട് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതിയുണ്ട്, മൂല്യശോഷണം. പൊതുവെ നമ്മുടെ ജനറേഷനിൽ മൂല്യശോഷണം, ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ തന്നെ മൂല്യശോഷണം സംഭവിച്ചു. നമ്മളൊരു കഴിഞ്ഞ 10-30 വർഷത്തെ പഠിപ്പിക്കുന്ന സിലബസുകൾ നോക്കുകയാണെങ്കിൽ ഒരു മൂല്യബോധം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു. അത്തരത്തിലുള്ള മൂല്യബോധമുള്ള തലമുറ കുറഞ്ഞു വന്നു. മൂല്യബോധം ഇല്ലാത്ത നെഗറ്റീവ് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ വന്നു. ഇപ്പോൾ ഡ്രഗ്സും ക്രൈമൊക്കെ അങ്ങനെ ഉണ്ടാവണം. അപ്പോൾ അത്തരത്തിൽ ഇവരെ രാഷ്ട്രീയക്കാരെ, ഉദ്യോഗസ്ഥന്മാരെ കൺട്രോൾ ചെയ്യേണ്ട, ഭരിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വത്തിന് വരെ മൂല്യബോധമില്ലുണ്ടായി. എൻ്റെ കാര്യം നടക്കണേ എങ്ങനെ പൈസ ഉണ്ട്. അപ്പോൾ സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്തിനാവൻ അവിടെ മാറ്റാൻ
എനിക്ക് അതുകൊണ്ട് ആൾക്കാർ പറഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാർ നമുക്കെത്തിനാ. സാറിന് അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? എനിക്ക് നേരിട്ടില്ല. ഞാൻ വേറൊരു വലിയൊരു സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ ആരാടെ എപ്പോഴാണെന്ന് എന്നോട് ചോദിക്കരുത്. ഒരു വലിയ സംസ്ഥാന ലെവലിലുള്ളൊരു കോർപ്പറേഷൻ്റെ ഹെഡായിട്ട് നല്ലൊരാളുടെ പേര് പറയാമെന്ന് വെച്ചാൽ നല്ല സത്യസന്ധനായിട്ടുള്ള ആളുടെ പേര് പറഞ്ഞു ഞാൻ. അപ്പോൾ ആളെങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഒരാളുടെ ഒരു ചായ പോലും മേടിച്ചിട്ട് അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വേണ്ട. അതാണ് കാഴ്ചപ്പാട്. കാഴ്ചപ്പാട് അതാണ്. കാരണം ഇതെങ്ങനെ ഗുണമുണ്ടാക്കും. ആ കാഴ്ചപ്പാട് മാറിയാൽ അത്തരത്തിലുള്ള നേതൃത്വം ഓട്ടോമാറ്റിക് നമുക്ക് കേരളത്തിന് വികസിക്കാൻ ഒരു പാടുമില്ല. അപ്പോൾ പിന്നെ അതല്ല, ഒരു സമൂഹബോധം അത് മീഡിയയിൽ വരെ ആൾക്കാരുടെ പരിസ്ഥിതിയോടുള്ള സങ്കല്പത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം മൃഗങ്ങളെ ആക്രമിക്കുമ്പോൾ ഒരു ആന കുത്തി, ആന മനഃപൂർവ്വം അല്ലെങ്കിൽ ഒരു കില്ലർ കൊലയാളിയായിട്ടുള്ള കാട്ടുപോത്ത് എന്നൊക്കെ പറയുകയാണ്. അതായത് ഇവൻ രാവിലെ ഇറങ്ങി ഇന്നൊരാളെ കൊല്ലണം എന്ന് വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരാളെ കൊന്നിട്ട് വന്ന പോലെയാണ് ഈ ഇത്തരത്തിൽ ന്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലെ ആൾക്കാരുടെ ധാരണ. ഈ മൃഗങ്ങളൊന്നും കൊലയാളികളല്ല. നമ്മൾ വായിലിട്ട് കുത്തിയാലോ ജീവിക്കാൻ രക്ഷയില്ലാണ്ടോ പ്രാണഭയം കൊണ്ടോ ആൾക്കാർ. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഇപ്പോൾ ടൈഗേഴ്സ്, കടുവകളുണ്ട്. കടുവ, പുലി, കിങ് കോബ്ര, ഇതൊക്കെ റോയൽ ആനിമൽസ് എന്ന് പറയുന്നത്. റോയൽ ആനിമൽസ് രാജികമായിട്ടുള്ള മൃഗങ്ങളാണ്. അനാവശ്യമായിട്ട് ഒരാളെ കൊല്ലില്ല. ഇപ്പോൾ ഒരു സിംഹം അല്ലെങ്കിൽ കടുവ ഒരു ഭക്ഷണം കഴിച്ചൊരു സ്ഥലത്ത് കിടന്നുറങ്ങുകയാണെന്നിരിക്കട്ടെ. കിടന്നുറങ്ങുകയാണെങ്കിൽ നാളെ രാവിലെ എനിക്ക് അത് കഴിക്കണമെങ്കിൽ ഇവൻ്റെ മുമ്പിൽ പിന്നെയും ഒരു മുയലോ മുടന്തനായിട്ടുള്ള കുഞ്ഞുങ്ങൾ, മാൻകുഞ്ഞുങ്ങളൊക്കെ വരും. ഇവൻ നേരെ തലേദിവസം കൊന്നിട്ട് 10 കിലോമീറ്റർ നടന്നിട്ട് അവിടെ പോയി ആ തലേദിവസം കൊന്നിട്ടതേ കഴിക്കുള്ളൂ. അത് അനാവശ്യമായിട്ട് കൊല്ലില്ല എന്നർത്ഥം. നമ്മളങ്ങനെയല്ലേ. ഇപ്പോൾ ഒരു സദ്യം പാൽപ്പായസം അടക്കം സദ്യ ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്ന് ഓട്ടോറിക്ഷ സമരം അല്ലെങ്കിൽ ബസ് സമരം പോവില്ല. ഇന്ന് പോകാൻ കഴിയില്ല, വേറെ നാളെ ഫോൺ ചെയ്ത് പറയാം സ്ട്രൈക്കാതിനും പോയില്ല. ഈ മൃഗങ്ങളങ്ങനെയല്ല. പ്രതികൂലമായിട്ട് കാലാവസ്ഥയിൽ കല്ലും മേടും മുള്ളും എല്ലാം കിടന്നിട്ട് 10 കിലോമീറ്റർ പോയിട്ട് കൊന്ന് തിന്നും. ഇവന് വേറെ ഭക്ഷണം കിട്ടാൻ ചോയ്സ് ഉണ്ടെങ്കിൽ പോലും തിന്നില്ല. അത് തിന്ന് തീർത്ത് 3-4 ദിവസം കൊണ്ട് തിന്ന് തീർത്തിട്ട് പിന്നെ 2 ദിവസം പട്ടിണി കിടക്കുമ്പോൾ ഇനി അടുത്ത കൊല ചടത്തിയില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കൊല്ലുള്ളൂ. അനാവശ്യമായിട്ട് കൊല്ലില്ല എന്നർത്ഥം. മനുഷ്യനങ്ങനെയല്ല. അവനവന് തിന്നാനുള്ളത് തിന്നിട്ട് ദുബായിലോ ഇംഗ്ലണ്ടിലോ ഇരിക്കണവന് തിന്നാൻ വേണ്ടി മൃഗങ്ങളെ കശാപ്പ് ചെയ്ത് കയറ്റി അയക്കാം. അപ്പോൾ മനുഷ്യർ മൃഗങ്ങളെക്കാളും ദുഷ്ടന്മാരായിട്ട്. എന്നിട്ട് നമ്മളിവരെ വൈൽഡ് ആനിമൽസ് എന്ന് പറയും. ഇവർ ശരിക്കും വൈൽഡല്ല, മൈൽഡാണെന്നുള്ള എൻ്റെ അഭിപ്രായം. വളരെ മൈൽഡായിട്ടുള്ള മൃഗങ്ങളാണ് ഈ മൃഗങ്ങൾ. ഒരു കാര്യം കൂടി പറയാം, ഈ മൃഗങ്ങളെല്ലാം ശരിക്കും വൈൽഡായിരുന്നെങ്കിൽ, ദുഷ്ടന്മാരായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ജനസംഖ്യ ഉണ്ടാവില്ലായിരുന്നു. പണ്ട് കാലത്ത് ആയുധങ്ങളില്ലാത്ത സമയത്ത് ഒരു മൃഗത്തെ പോലും, ഒരു പൂച്ചയോ എലിയെ പോലും ഒരു ആയുധം ഇല്ലാണ്ട് നമുക്ക് നേരിടാനുള്ള ധൈര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള മൃഗങ്ങളെല്ലാം മനുഷ്യനെ കൊന്ന് തിന്നാൻ നിൽക്കുകയാണെങ്കിൽ ഈ ജനസംഖ്യ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ വി ആർ ഹൈലി ഒബ്ലൈജ്ഡ് ടു ദീസ് ആനിമൽസ് ഹൂം വി കോൾ വൈൽഡ്. ഇത് നമ്മൾ വന്യമൃഗങ്ങളെന്ന് പറയുന്ന ശിഷ്ടന്മാരായിട്ടുള്ള മൃഗങ്ങളോട് നമ്മൾ വളരെ കടപ്പെട്ടിരിക്കുന്നു മനുഷ്യനുണ്ടാവും. ഞാൻ ആ റൂളിലേക്ക് വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെ എന്തെങ്കിലും കോയിൻസിഡൻസ് ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാക്കുമ്പോൾ മീഡിയ എല്ലാം ആക്രമണകാരിയായിട്ടുള്ള മൃഗങ്ങളെന്ന് പറയുന്ന ന്യൂസ് ഇറക്കുന്നതിന് പകരം എങ്ങനെ നമ്മൾക്ക് സൗഹാർദ്ദപൂർണ്ണമായിട്ടുള്ള സഹവർത്തിത്വം സാധ്യമാകും. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ഈ മൃഗത്തിനെ നമുക്ക് ആവശ്യമാണ്, മനുഷ്യനെ ആവശ്യമാണ്. അപ്പോൾ ആ സഹവർത്തിത്വം, കോ എക്സിസ്റ്റൻസ്, പീസ്ഫുൾ ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ്, അത്തരത്തിലുള്ളൊരു കോ എക്സിസ്റ്റൻസിനുള്ള ചിന്ത പ്രേക്ഷകരിൽ, യുവജനങ്ങളിൽ, കുട്ടികളിൽ ഉണ്ടാവുന്ന തരത്തിലുള്ള വാർത്ത ഉണ്ടാക്കാൻ സാധിക്കണം. അത്തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ജേർണലിസം, ക്രിയേറ്റീവ് ജേർണലിസമാണ്. അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അതിൻ്റെ പ്രശ്നം മനസ്സിലാവും. ഇപ്പോൾ ഒരു കാട് 2ആയിട്ട് മുറിച്ചു, അല്ലെങ്കിൽ ഇടയിൽ കൂടെ ഒരു റോഡ് വെട്ടിയിട്ട് രാത്രി ഒരുത്തം കള്ളു പിടിച്ച് നടന്നുമ്പോൾ ഓട്ടോമാറ്റിക് മൃഗം വരും. അവൻ ഇന്നസെൻ്റാണ്. ഇപ്പോൾ ഒരു കൊമ്പനാന എന്നൊക്കെ പറഞ്ഞാൽ വലിയ കൊമ്പനാനയ്ക്ക് ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധിയില്ല, നമ്മൾ പറയുന്ന പ്രാക്ടിക്കൽ ബുദ്ധി. ഇത്തരത്തിൽ അതിങ്ങനെ രാത്രി ആൾ വരുന്നു പോകാൻ. ഇപ്പോൾ ഈ ലൈറ്റ് കണ്ടിട്ട് ഏതോ ചന്ദ്രൻ ഉദിച്ചേക്കാന്ന് വെച്ചാൽ വഴിതെറ്റി പോകേണ്ടതാണ്. ഇപ്പോൾ ആമകളൊക്കെ ധാരാളം ലൈറ്റുകളൊക്കെ കോസ്റ്റൽ ഏരിയയിലുണ്ടായിട്ട് ചന്ദ്രൻ്റെ വെളിച്ചാണെന്ന് ചോദിച്ച് മാറിപ്പോകുന്നുണ്ട്. അറിയാതെ തീരപ്രദേശത്ത് വരുന്നുണ്ട്. മൃഗങ്ങൾക്കും അതുപോലെ വഴിവേറ്റും. അപ്പോൾ നമ്മൾ അവരുടെ സഞ്ചാരപഥത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യണം. ഇങ്ങനെ കുഴപ്പം ഉണ്ടാക്കുമ്പോഴാണ് ഇവരറിയാണ്ട് വഴിതെറ്റി പോകണം. അവിടെ വെയില് കിട്ടി, കിടങ്ങ് കിട്ടി, അപ്പം മാറിപ്പോവും. അപ്പോൾ അവന് ഉള്ളിൽ ഒരു GPS പോലെ സ്വന്തം സ്ഥലത്ത് പോകാനുള്ള ഒരു ത്വരയുണ്ട്. അതിന് വഴി തേടി പോകുമ്പോൾ ഏതായാലും ജനവാസ കേന്ദ്രത്തിലെത്തും. പിന്നെ കാടിനോട് ചേർത്ത് കരിമ്പ്, പൈനാപ്പിൾ, തെങ്ങൊക്കെ കൃഷി ചെയ്യുകയാണ്. നമുക്ക് കൃഷി ചെയ്യാം, പക്ഷേ ഈ മൃഗങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന, ആകർഷിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ കൃഷി ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതാണ് ഇതിന് കുഴപ്പമുണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിൽ മൃഗത്തെയും കൂടി റെസ്പെക്റ്റ് ചെയ്യുക.
ഇത് എനിക്കും കൂടി അവകാശപ്പെടണം. എന്നെ സൃഷ്ടിച്ച ഈശ്വരനാണ് ഈ ജീവജാലങ്ങളെ എല്ലാത്തിനും സൃഷ്ടിച്ചെന്നും എനിക്കുള്ള അവകാശം അവർക്കുണ്ട്, എനിക്ക് ജീവിക്കാൻ അവകാശമുള്ള ആ മൃഗങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. പക്ഷികൾക്ക് പറക്കാനും മൃഗങ്ങൾക്ക് ഓടാനും പുഴയ്ക്ക് ഒഴുകാനും പർവ്വതങ്ങൾക്ക് തലയുയർത്തിക്കാനുള്ള അവകാശം ജന്മസിദ്ധമാണ്. ആ ക്രിയേറ്ററാണ്. ഔട്ട് ഓഫ് ഈ സുപ്രീം വിസ്ഡം ആൻഡ് ഇൻ്റലിജൻസ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ദിസ്. ഇത് ഓൾ മൈറ്റി. നമ്മൾ ഈശ്വരനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദ കോസ്മിക് ഫോഴ്സ് ഹാസ് ഡിസൈഡഡ് ഇറ്റ്. യു റെസ്പെക്ട് ദറ്റ് കോസ്മിക് ഫോഴ്സ് എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. എൻ്റെ ചോദ്യത്തിൽ നിന്ന് അപ്പോൾ അത്തരത്തിൽ ജനങ്ങളുടെ ഇപ്പോൾ പഞ്ചായത്ത് ഭരണം കിട്ടി, പഞ്ചായത്ത് തലത്തിൽ കൃഷിക്കാരുടെ, ജില്ലാതലത്തിൽ ചില കളക്ടർമാർ തന്നെ മരം വെട്ടി ഓർഡർ കൊടുക്കുക, ഉടനെ വനംവകുപ്പ് തടഞ്ഞു. ശരിയല്ല, ഉടനെ വെട്ടണം. കാരണം ഇവരെല്ലാം ഇതെല്ലാം സുപ്രീമായിട്ട് പഠിച്ച് ചെയ്യേണ്ട ആൾക്കാരാണ്. ശരിക്കും ബന്ധപ്പെട്ട്, കാരണം പരിസ്ഥിതിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാണ് ഫോറസ്റ്റിലെ ആൾക്കാർ, വന്യജീവികളെ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാണ്. അവരോട് ചോദിച്ചിട്ട് വേണം. ഇപ്പം മൂന്നാർ ഒരു സ്ഥലത്ത് ടൗണിൽ ആനകൾ വരുന്ന സ്ഥലമായിരുന്നു. അവിടെ 301 കോളനി, 302 കോളനി, 10 ഏക്കർ കോളനി, ഇങ്ങനെ പല പല പേരുകളുണ്ട്. ഈ കോളനി അലോട്ട് ചെയ്യുമ്പോൾ അന്നത്തെ DFO പറഞ്ഞു ഈ സ്ഥലം കൊടുക്കരുത്, ഇത് ആന വന്നിരിക്കുന്ന സ്ഥലമാണ്. ആനമല ഏരിയയാണിത്. ആനമല എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് 100-ലധികം എണ്ണമുള്ള ആനക്കൂട്ടങ്ങൾ സ്വാഭാവികമായിട്ട് കണ്ടിരുന്ന സ്ഥലമാണ് ആനമല ഹിൽസ് എന്ന് പറഞ്ഞ ഏരിയ. അപ്പോൾ ആനമലയിൽ ആനകൾ വന്നിരിക്കുന്ന സ്ഥലത്ത് പാവപ്പെട്ട കൃഷിക്കാരെ കൊണ്ട് കുടിയിരുത്തിയിട്ട് ആന ഇപ്പോൾ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അഡ്വൈസ് ഉണ്ട്. ഓരോ വിഷയത്തിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നിയമിച്ചിട്ടുള്ളത് സർക്കാർ കാശ് കൊടുത്ത് പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് നിർത്തിയിരിക്കണത് ആ വിഷയത്തിൽ സർക്കാരിനെ ഉപദേശിക്കാനാണ്. പണ്ട് കാലത്ത് അത്തരത്തിലുള്ള ആളുണ്ടായിരുന്നു. ജോർജ് എന്ന് പറഞ്ഞ CCF ഉണ്ടായിരുന്നു. ജോർജ് സാർ ഒരിക്കൽ ഫോറസ്റ്റ് എണ്ണപ്പന തോട്ടം ഉണ്ടാക്കാൻ ഫാമിംഗ് കോർപ്പറേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ പറ്റില്ല, തടസ്സമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് ഡിസിഷൻ എന്ന് എഴുതി ചീഫ് സെക്രട്ടറി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഐ ആം ഹിയർ ടു അഡ്വൈസ് ദ ഗവൺമെൻറ് ഓൺ ദീസ് മാറ്റേഴ്സ്. ദിസ് ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൺ വിത്തൗട്ട് മൈ അഡ്വൈസ്. കാരണം സർക്കാർ ശമ്പളം കൊടുത്ത് അതാത് സ്ഥലത്ത് നിശ്ചയിക്കുന്ന ആൾക്കാരുടെ അഡ്വൈസ് ഇല്ലാണ്ട് ചെയ്യാൻ പാടില്ല. ആ ഒരു കാഴ്ചപ്പാട്, ഇവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പരിധി ഇവർക്ക് മനസ്സിലാക്കണം, ഇവരുടെ അറിവ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിൽ ട്രെയിനിങ്, നല്ല പരിസ്ഥിതി ബോധമുള്ള ആൾക്കാരുണ്ട്, പക്ഷേ കുറഞ്ഞു വരികയാണ്. പക്ഷേ അവരുടെ മുൻതൂക്കം അടുത്തൊരു 5 കൊല്ലത്തേക്കാണ്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവർ ശാശ്വതമായിട്ട് ഫോറസ്റ്റ് നിലനിൽക്കണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ അഴിമതിയൊക്കെ ഇല്ലാണ്ടാക്കണം, അതിനൊക്കെതിരെ നടപടിയെടുക്കണം. പക്ഷേ ഈ വനം രക്ഷിക്കാനോ മൃഗങ്ങളെ രക്ഷിക്കാനോ പോകുമ്പോൾ അവർ പറയുന്നത് സ്വാർത്ഥത കൊണ്ടല്ല, നമുക്ക് വേണ്ടി, ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് കൂടി വേണ്ടിയാണെന്ന് ഉള്ളൊരു ബോധം വേണം. ഇപ്പോൾ കൃഷിക്കാരന് താഴെ കൃഷിയാണെങ്കിൽ വനഭൂമിയിൽ മരങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കണം, അത് പരാഗണം നടത്താനായിട്ട് പൂമ്പാറ്റ വേണം, പക്ഷികൾ വേണം. അപ്പോൾ ബയോളജിക്കൽ കൺട്രോൾ വേണം. മരത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളം വീണിട്ട് അത് ഭൂമിയുടെ അകത്തേക്ക് ഇറങ്ങിയാലേ പതുക്കെ ശാശ്വതമായിട്ടുള്ള ജലപ്രവാഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മരം രക്ഷിക്കാമെന്ന് വെച്ചാൽ അത്രയും ജലവാഹിനി രക്ഷിക്കുന്ന പോലെയാണ്. അതിൻ്റെ ആ ഇക്കോളജി, പരിസ്ഥിതി ശാസ്ത്രം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് സംഘർഷത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വനം വകുപ്പുകാർ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ അവരെന്തോ ആർക്കോ വേണ്ടി ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ട്രെയിനിങ് ഒരു തലമുറയുടെ ഇൻഫ്ലുവൻസ് 3-4 തലമുറ മാറിയാൽ ഇത്രയും പരിസ്ഥിതി ബോധമുള്ള ആൾക്കാരും ഉണ്ടാവില്ല. മറ്റു ചില ആൾക്കാരെ പോലെ പാറ പൊട്ടിക്കുക, മരം വെട്ടുക, ഇതിനൊക്കെ യാതൊരു മടിയില്ലാത്ത വകുപ്പുകളുണ്ട്. അവരെ കുറ്റം പറയില്ല, കാരണം അവർക്ക് ആ ട്രെയിനിങ് കിട്ടിയിട്ടില്ല. വാസ്തവത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിലടക്കം മറ്റുള്ള എല്ലാ കോളേജിലും ഈ പരിസ്ഥിതി ശാസ്ത്രം കുറച്ച് പഠിപ്പിക്കണം, സിലബസ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഒരു നല്ല ആർക്കിടെക്റ്റിനോ ഒരു എഞ്ചിനീയർക്കോ പരിസ്ഥിതി ബോധം ഉണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ അറിയാൻ സാധിക്കും. ഇപ്പോൾ പോണ്ടിച്ചേരിയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ചില കെട്ടിടമൊക്കെ ഒരു വലിയൊരു മരം നിൽക്കുന്ന, ആ മരത്തിൻ്റെ ചുറ്റി കെട്ടിടം, മരത്തിന് കേടുവരാത്ത, അതിനുവേണ്ടി ആർക്കിടെക്ചർ പ്ലാൻ മാറ്റുകയാണ്. കാരണം ഈ മരം അത്ര പ്രധാനപ്പെട്ടാണെന്നറിയാം. നമ്മുടെ നാട്ടിൽ ഉടനെ അതല്ല, നടുവിലാണെങ്കിൽ എല്ലാം മുറിക്കണം, 10 അടി ദൂരെയാണെങ്കിൽ മുറിച്ചേക്കെന്ന് പറയണം. റോഡ് സൈഡിൽ നിൽക്കുന്ന മരം നമുക്ക് എന്ത് കുഴപ്പം ചെയ്തു? ശരിക്കും അത് ഒരു അവസരമാണ്. മണ്ണിൻ്റെ അടിയിലുള്ള പോഷകങ്ങളാണ് ഈ സാധാരണ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്, കാർഷിക വിളകൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത മൂലകങ്ങൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വലിച്ച് മുകളിൽ ഇലയായിട്ട് കൊണ്ടുവരാൻ എടുത്ത് വളമായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇതൊരു, ഞാൻ പറയാം, എപ്പോഴും സമീപനം കുറച്ചും കൂടി കാഴ്ചപ്പാട്, പരിസ്ഥിതി ബോധം ജനങ്ങളുടെ ഇടയിൽ സാർവത്രികമായിട്ട് വേണം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറന്ന് എഴുതുകയോ ABCD പറയുകയോ 2 × 2 4 അങ്ങനെ A+B² അത് പറയലല്ല. നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയെ ശരിക്കും മനസ്സിലാക്കണം. പഴയ കാലത്തെ ആൾക്കാരങ്ങല്ല, അവരുടെ കൃഷിയും ജീവിതവും ആയുധവും, സാധാരണ കൊല്ലന്മാർ വരെ ഇപ്പോൾ ഉറുമി ഉണ്ടാക്കിയിരുന്നു. എങ്ങനെ ഉണ്ടാക്കി? അത് മെറ്റലർജിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ഇന്ത്യൻ നോളജ് സിസ്റ്റം പഠിക്കണല്ലോ, ഭാരതീയ ശാസ്ത്രം, ആ പരമ്പരാഗത വിജ്ഞാനം അറിയാനുള്ള ഡിവിഷനിൽ നിന്ന് കേരളത്തിൽ അന്വേഷണം വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് ഇതുവരെ ഉണ്ടാക്കിയത്? ലോകത്തിൽ ആർക്കും ഇങ്ങനെ വള്ളി പോലത്തെ മൂർച്ചയുള്ള ബലമുള്ള സാധനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല.
നമ്മുടെ ഉറുമി. ഇങ്ങനെ ധാരാളം അത്ഭുതമുണ്ട്. ഒരേ കൊല്ലം തന്നെ ഒരേ ഇരുമ്പ് ഉപയോഗിച്ച് പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ സ്ട്രെങ്ത്ത് വ്യത്യാസമായിരിക്കും. ഇതൊക്കെ നമ്മുടെ ട്രഡീഷണൽ നോളജാണ്. അപ്പോൾ അത്തരത്തിലുള്ള നോളജ് സാർവത്രികമായിരിക്കും. ഈ ട്രഡീഷണൽ നോളജിനെ ഒഫീഷ്യലാക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമങ്ങൾ ഇപ്പോഴത്തെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ 30% ട്രഡീഷണൽ നോളജ് ആക്കണം നിർബന്ധമായിട്ടുണ്ട്. 1930 കഴിയുമ്പോഴത്തേനും അത് വരും. ഇപ്പോൾ എല്ലാ ഡിവിഷനിലും എല്ലാ സർവകലാശാലയിലും IKS ഡിവിഷനുണ്ട്. ഇപ്പോൾ സ്വയംഭരണാവകാശമുള്ള കോളേജുകളിലൊക്കെ അത്തരത്തിലുള്ള ഡിവിഷൻ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലത്ത്. പക്ഷേ എന്താണ് വസ്തുത ചെയ്യേണ്ടത് എന്നറിയാത്തതുകൊണ്ടാണ് അത്തരത്തിലൊരു ഗൈഡൻസ്. IKS ഡിവിഷനുണ്ട്, കേന്ദ്രത്തിൻ്റെ IKS ഡിവിഷനുണ്ട്. അതിൽ AICTയിലുണ്ട്, എൻജിനീയറിങ്ങിലും എല്ലാത്തിലും ഇന്ത്യൻ നോളജ് ഉണ്ട്. അതായത് ഇവിടെ മറ്റുള്ള രാജ്യത്തെ ആൾക്കാർ കോണവും പോലും എടുക്കാതെ പച്ചമാംസം തിന്ന് നടക്കുമ്പോൾ ഇവിടെ ഗംഭീരമായുള്ള വേദങ്ങൾ ഉപനിഷത്തുണ്ടായി. ഇപ്പോൾ നമ്മുടെ ഋഗ്വേദം നിങ്ങളെടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള ഫസ്റ്റ് ഒതൻറ്റിക് ബുക്ക് ഓൺ എൻവയോൺമെൻറ്റാണ്. അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിലിപ്പോൾ ഹിരണ്യഗർഭസൂത്രമുണ്ട്, പുരുഷ സൂക്തമുണ്ട്. ഇതെല്ലാം ഇപ്പോൾ പുരുഷ സൂക്തത്തിൽ തന്നെ എങ്ങനെ സൂര്യൻ്റെ ഗ്രഹങ്ങൾ എങ്ങനെ കറങ്ങുന്നു, അതിൻ്റെ ഡിസ്റ്റൻസ് കൊണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് ഇത് ബാലൻസ് ചെയ്ത് കറങ്ങുന്നതും അതിൻ്റെ ചരിവ്. ഇറ്റ് ഈസ് സോ ഡിസൈൻഡ് ദാറ്റ് ഓരോ സ്ഥലത്ത് ഋതുഭേദങ്ങളുണ്ടാവും. ഇപ്പോൾ ഭൂമി ഇങ്ങനെ നിന്ന് കേൾക്കുന്നത് ഇങ്ങനെ ഋതുഭേദങ്ങൾ കൂടുകയാണ്. അങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ട് ജീവികൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അന്ന് പറയുന്നെങ്കിൽ, ഇതിൻ്റെ എക്ലിപ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത്ര നോളജ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ഇപ്പോൾ ഉള്ള പുസ്തകങ്ങൾ എഴുതിയത് 10-20,000 കൊല്ലം മുമ്പാന്ന് പറയുന്നത്. പക്ഷേ ആ 20,000 കൊല്ലം മുമ്പ് എഴുതുന്നതിന് മുമ്പ് വാമൊഴിയായിട്ടുണ്ടായിരുന്നു ഓർമ്മയിൽ. അപ്പോൾ അത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നോളജ് ഉണ്ടായിരുന്നു. ആ അറിവ് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാനാണ് ഇപ്പോൾ ട്രഡീഷണൽ നോളജ്. ഇപ്പോഴത്തെ ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഏതൊരു വിഷയത്തെക്കുറിച്ചും ഗവേഷണം ചെയ്യണമെങ്കിൽ മെത്തഡോളജി, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നൊരു പാഠമുണ്ട്. ഇതിനു മുമ്പ് ആരൊക്കെ ചെയ്തെല്ലാം അറിയണം. അപ്പോൾ ഭാരതത്തിലെ മാത്രം പരമ്പരാഗത വിജ്ഞാനം അറിയണ്ടെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ മോഡേൺ ഗ്രന്ഥങ്ങളിൽ അത് ഇപ്പം മോഡേൺ എഡ്യൂക്കേഷൻ, അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന എഡ്യൂക്കേഷനിൽ അവർ വിചാരിച്ചു അവർ മാത്രം കേമന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അതേപടി ഫോളോ ചെയ്തപ്പോൾ ഭാരതത്തിൻ്റെ പുസ്തകങ്ങൾ, സംസ്കൃതത്തിലൊക്കെ എഴുതിയ പുസ്തകങ്ങൾ നോക്കാണ്ടായി. സംസ്കൃതമേ നശിപ്പിക്കണം എന്നായിരുന്നു. അപ്പോൾ സംസ്കൃതം നശിച്ചാൽ സംസ്കാരം നശിക്കുന്നുള്ളായിരുന്നു. അപ്പോൾ ഭാരതത്തെ ഉദ്ധരിക്കണമെങ്കിൽ ഭാരതത്തിൻ്റെ ഭാഷ വേണം. നമ്മുടെ സ്വന്തം ഭാഷയിൽ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഷയോടും വിദ്വേഷമില്ലാണ്ട് നമ്മുടെ ഭാരതീയമായിട്ടുള്ള പൈതൃകം. ഏതൊരു നാട്, ഇപ്പോൾ ഇംഗ്ലീഷുകാരൻ്റെ പാരമ്പര്യമാണെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയണം, ഫ്രഞ്ചുകാരൻ്റെ ഫ്രഞ്ച് അറിയണം, ജപ്പാനീസാണെങ്കിൽ ജപ്പാൻ അറിയണം, അറബികളുടെ ആണെങ്കിൽ അറബി ഭാഷ പഠിച്ചാൽ അവരുടെ പാരമ്പര്യം അറിയണം. ഭാരതത്തെക്കുറിച്ചാണെങ്കിൽ ഭാരതത്തിൻ്റെ തനതായിട്ടുള്ള ഭാഷ അറിയണം. ഭാരതത്തിൽ മുഴുവൻ നിലനിന്ന ഭാഷയുണ്ട്. ആ സംസ്കൃത ഭാഷ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും, സമസ്ത വിഷയങ്ങളിലും ഉള്ള പൈതൃക ജ്ഞാനം അറിയാൻ സാധിക്കും. നമ്മളെ ഭക്ഷ്യചക്രം പോലെയൊക്കെ ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു, അങ്ങോട്ട് ബന്ധപ്പെടണം. അപ്പോൾ നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, അവസാനത്തെ ഒരു ചോദ്യമാണ്, കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പരിസ്ഥിതി മാറ്റം, ചൂടുകാലത്ത് മഴ പെയ്യുന്നു, മഴക്കാലത്ത് ചൂടാവുന്നു. സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തായിരിക്കും ഭാവി അടുത്ത കേരളത്തിൻ്റെ? ഇത് നമ്മൾ 80കളിലോട്ട് ഞങ്ങളൊക്കെ പ്രസംഗിച്ച് കിടക്കുമ്പോൾ ആൾക്കാർ കളിയാക്കും, ഇതൊക്കെ യുട്ടോപ്യൻ കാര്യങ്ങൾ. വെള്ളപ്പൊക്കം വരും, മഴ ഉണ്ടാവില്ല, അകാലത്തിൽ മഴ പെയ്യും, കൃഷി നശിക്കും എന്നൊക്കെ പറഞ്ഞാൽ കുറ്റം. കൃഷി നശിക്കും, കാരണം കാലാവസ്ഥയിൽ വ്യത്യാസം വന്നാൽ. ഇതെല്ലാം ലിങ്ക്ഡാണ്. അതായത് എവരിതിങ് നമ്മുടെ വേദങ്ങളിൽ പറയുന്നുണ്ട്. അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എവരിതിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഡിപ്പെൻഡൻ്റ്ലി അറൈസസ് ആൻഡ് ഡിപ്പെൻഡൻ്റ്ലി സീസസ്. ഈ ഭൂമുഖത്തുള്ള സർവ്വസാധനങ്ങളും, അത് വെച്ചാൽ ജീവികളാവട്ടെ ഫിനോമെനാവട്ടെ, പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് ഉദയം ചെയ്യുന്നത്, നശിക്കുന്നത്. ഒരു കാലാവസ്ഥയിൽ വ്യത്യാസം വരുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു കടലാസ് കത്തിച്ചാൽ പറയില്ല, ഗ്ലോബൽ ഇഫക്റ്റ് പറയില്ല. ഇപ്പോൾ തിരിച്ച് നമ്മൾ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുവാതിര ഞാറ്റുവേല കഴിഞ്ഞ് ചില പ്രത്യേക കൃഷികൾ ഇറക്കുകയും അല്ലെങ്കിൽ ഇന്ന വിത്ത് നടാൻ ഇന്ന സമയമാണ് അനുയോജ്യമെന്ന് എൻ്റെ അല്ലെങ്കിൽ മുത്തച്ഛന്മാർക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും വർക്കാവുന്നില്ല. അതാണ് അത് കൃഷിശാസ്ത്രജ്ഞന്മാർക്ക് കൃഷി പഠിക്കേണ്ട, സായിപ്പ് പഠിപ്പിച്ച കൃഷി മാത്രമേ പഠിക്കുന്നുള്ളൂ. പരമ്പരാഗത ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ആദിവാസികളുടെ ഇടയിൽ പോയിട്ട് ഞാനിപ്പോൾ ചിറ്റൂർ, ആന്ധ്രാപ്രദേശ് ചിറ്റൂർ ജില്ലയുണ്ട്, അവിടെ ഒരു പക്ഷി സങ്കേതമുണ്ട്. ആ പക്ഷി സങ്കേതത്തിൽ പോയപ്പോൾ ആൾക്കാർ ഇത്തവണ കൃഷി ചെയ്യാനായിട്ട് നെല്ല് കൃഷി ചെയ്യാൻ നോക്കുകയാണ്. നെല്ല് കൃഷിയാണല്ലോ തയ്യാറെടുപ്പ് നടത്താണ്. അപ്പോൾ ഞാൻ ആ ഗ്രാമത്തിൽ പോയപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളിത് ഇത്തവണ നെല്ല് എടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ എള്ളാണല്ലോ കഴിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ആ മരത്തിൽ നോക്കിയില്ലേ കിളി കൂടിയിട്ട് കണ്ടോയെന്ന് ചോദിച്ചു. വാസ്തവം നമ്മളപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല. കരിക്കോളജിസ്റ്റ് ആണെങ്കിലും ആദിവാസികളെ പോലെ പ്രകൃതിയുടെ താളം തിരിച്ചറിയുന്ന രീതിയിൽ സൂക്ഷ്മമായിട്ടുള്ളൊരു നമ്മളെ എഡ്യൂക്കേഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചെടി, അപ്പോൾ അവർ സാറേ ഈ ചെടി, ഈ കിളികൾ ഇപ്പോൾ കൂട് കുത്തിയിരിക്കണ്,
1.5-2 മീറ്റർ പൊക്കത്തിലാണ്. ഇവരിത്തവണ 1.5-2 മീറ്റർ പൊക്കമാണെങ്കിൽ അത്രയും വെള്ളം ഉണ്ടാവും എന്നർത്ഥം. മറ്റത് കഴിഞ്ഞ തവണ സാറ് ശ്രദ്ധിച്ചോ എന്നറിയില്ല, 3 അടി 4 അടി പൊക്കത്തിലുള്ള ഈ ഷ്രബുകളിലാണ് കൂട് കൂട്ടിയിരുന്നത്. അപ്പോൾ അത് കൂടിയതിൻ്റെ അർത്ഥം അത്രയും വെള്ളം ഉണ്ടാവും. അപ്പോൾ ദർ വിൽ ബി ഡ്രൈ സ്പെൽ, ഒരു വേനലായിരിക്കും. അങ്ങനെ പക്ഷികളെ നോക്കിയിട്ട്, അതിൻ്റെ സഞ്ചാരം നോക്കിയിട്ട്, ഉറുമ്പുകളെ നോക്കിയിട്ട് കാലാവസ്ഥയെ പ്രവചിക്കാനുള്ള ഒരു അറിവ്, അത് നമ്മുടെ പരമ്പരാഗത നോളജാണ്. അങ്ങനെ നോക്കി പ്രകൃതിയായിട്ടാണെങ്കിൽ അവർ ജീവിക്കുകയായിരുന്നു. അവരുടെ മരുന്നുകളെല്ലാം അങ്ങനെയാണ്. ചില ആദിവാസികൾ ഇപ്പോഴും ഉണ്ട്, അസുഖം വന്നാൽ ആസ്പത്രി പോകണമെങ്കിൽ നേരെ മല കയറണം. മല കയറി അവിടെ പോയിരുന്ന് 4 മരുന്ന് പറിച്ച് ഒരു കഷായം കുടിച്ച് കിടന്ന് പിറ്റേ ദിവസം അതിന് അസുഖം മാറി. അപ്പോൾ അങ്ങനെ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന ജീവിതം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, ആ പ്രകൃതിയുടെ അറിവ് നഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ പരമ്പരാഗത വിജ്ഞാനം വേണം. അത് ഭാരത സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുള്ള നിർബന്ധമായിട്ടും ഭാരതീയ ജ്ഞാന പരമ്പരയിലുള്ള കാര്യങ്ങൾ എല്ലാ വിഷയത്തിലും ഉൾപ്പെടുത്തുന്നുള്ള തീരുമാനം നമ്മൾ വളരെയധികം സ്വാഗതം ചെയ്യേണ്ടതാണ്. നമ്മുടെ തലമുറയ്ക്ക്, അതായത് മനുഷ്യരാശിക്ക് തന്നെ അല്ലെങ്കിൽ നഷ്ടമാകാവുന്ന വലിയൊരു നിധിയാണ് വിജ്ഞാന ശേഖരം. അത് നശിക്കാണ്ടിരിക്കും. അങ്ങനെ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. എന്തായാലും ഉത്കൃഷ്ടമായ ഒരുപാട് വിവരങ്ങൾ കുറച്ച് നേരത്തെ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റി. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. വളരെ സന്തോഷം.